ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നു. Alright. So thank you so much for joining. 2 ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ? ഞാനൊരു യാത്രയിലായിരുന്നു. So thank you so much. Thank you so much. Meditation is superb എന്ന് പറയുന്നു. ഒരുപാട് പേര് താങ്ക്സ് പറയുന്നു. Thank you so much. So how is the meditation is going on for you? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻസ് ഒക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ? How are you doing? Okay. All right. Thank you so much for coming and thank you so much for sharing your experiences. So we have we have team members. Thank you. So നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. പൊളിച്ചു എന്ന് പറയുന്നു. വെരി ഗുഡ്. ഗുഡ്. അടിപൊളിയാണെന്ന് പറയുന്നത്. പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? ഈ വീക്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ ഇന്നോ ഒന്നിലൊക്കെ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു. സൂപ്പർ ആണ്. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ ഇനി എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്? ഐ മീൻ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങൾ ഇസ് ദർ എനി ക്വസ്റ്റ്യൻസ് that we need to address and we need to talk about? അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് എന്താ വെച്ചാല് ഒന്ന് ആൻസർ ചെയ്യാനും കൂടെ ശ്രമിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാല് എങ്ങനെയാണ് നമ്മളുടെ എന്താണ് EFT എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഐ മീൻ അത് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മീറ്റപ്പ് വരുന്നുണ്ടല്ലോ, കൊച്ചിയിൽ നമ്മുടെ മീറ്റപ്പ് വരുന്നുണ്ട്. ആ മീറ്റപ്പ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താണ് EFT, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതൊരു കോഴ്സ് ആണോ, അതൊരു ഹീലിംഗ് സംഗതിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഐ മീൻ ഹീലിംഗ് കൗൺസിലിംഗ് സെഷൻ ആണോ എന്നുള്ള രീതിയിലുള്ള കുറെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാല് നമ്മളൊരു ജസ്റ്റ് ഒരു ഡിസ്കഷൻ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊന്ന് ആൻസർ ചെയ്യാന്ന് വിചാരിച്ചു. അതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. സോ എന്താണ് EFT? EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. സോ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ. അദ്ദേഹം TFT എന്ന് പറയുന്ന തോട്ട് ഫീൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അദ്ദേഹം അറ്റൻഡ് ചെയ്യുകയും അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് പ്രൊഫസർ ആയിരുന്നു. അദ്ദേഹം ഇതിൽ ഈ ഒരു സൈക്കോളജി സംഗതിയിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹം ഒരിക്കൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന TFT തോട്ട് ഫീൽ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി സെഷനിൽ പോയിട്ട് പങ്കെടുക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുകയും അദ്ദേഹം ആ ഒരു മെത്തേഡ് ഇങ്ങനെ പഠിച്ചു മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഒരു ദിവസം ക്ലയന്റിനെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ബോഡിയിൽ ചില സ്ഥലങ്ങളിൽ ടാപ്പ് ചെയ്തുകൊണ്ട്, അതായത് എനർജി മെഡിസിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചൈനീസ് മെഡിസിൻ ആയിട്ടുള്ള അക്യൂപങ്ക്ചറിൽ പറയുന്ന ചില മർമ്മങ്ങളുണ്ട് അല്ലെങ്കിൽ ചില പോയിന്റ്സുകളുണ്ട്, അക്യൂപ്രഷർ പോയിന്റ്സ്. സോ ഈ ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ടാപ്പ് ചെയ്തിട്ട് ഈ ഹീലിംഗിന്റെ ഇടയിൽ ടാപ്പ് ചെയ്തിട്ട് ചെയ്തപ്പോൾ ഭയങ്കര റിസൾട്ട് കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം EFT എന്ന് പറയുന്നതിലേക്ക് കൂടുതൽ അക്യൂപ്രഷറിനെ കുറിച്ചും അക്യൂപങ്ക്ചർ അതിനെ കൂടുതൽ പഠിക്കുകയും എന്നിട്ട് അത് ഇതിലേക്ക് കമ്പൈൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്തത് EFT. EFT എന്ന് പറയുന്നത് എന്താണ്? ഇമോഷണൽ ഫ്രീഡം ടെക്നിക് അല്ലെ? നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ലൈഫിൽ, നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സംഗതികളെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിലൂടെ കടന്നു പോയിട്ടാണ് ഉണ്ടാകുന്നതെന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ മെന്റലി നമ്മളെ ബാധിക്കുന്ന, നമ്മളുടെ ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്ന, ചലഞ്ചസ് ആയിട്ട് വരുന്ന സംഗതികൾ നമ്മളുടെ ജീവിതത്തിൽ എന്തായി മാറുന്നു? സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി
നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ സ്ട്രെസ് ഹോർമോൺ ഒരു പരിധിക്ക് അപ്പുറം ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ഒരു ട്രോമ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം, അതൊരു പെർമനന്റ് മെമ്മറി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ഈ പെർമനന്റ് മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണ്? പെർമനന്റ് മെമ്മറി ആയിട്ട് അത് സ്റ്റോർ ചെയ്യപ്പെടുന്ന സമയത്തുള്ള പ്രോബ്ലം, നമ്മളുടെ ഈ ഒരു പെർമനന്റ് മെമ്മറി ആയിട്ട് അത് സ്റ്റോർ ചെയ്യപ്പെടുന്ന സമയത്തുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, എപ്പോഴൊക്കെ ഇതിനു മുൻപ് ട്രോമ ഉണ്ടായിട്ടുള്ള ആ സമയത്ത് എന്ത് ഇമോഷനാണോ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, പേടിയാവാം, സങ്കടമാവാം, വിഷമമാവാം, ഒറ്റപ്പെടലാവാം, ആരും എന്നെ മനസ്സിലാക്കിയില്ല എന്ന ഫീലിംഗ് ആവാം, അങ്ങനെ പലതുമാവാം. എന്ത് നെഗറ്റീവ് ഫീലിംഗ് ആണെങ്കിലും ആ ഫീലിംഗും അതിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ആ മെമ്മറിയുടെ കൂടെ. അപ്പോ എപ്പോഴൊക്കെ ആ മെമ്മറിക്ക് ആ ഒരു ഓർമ്മയ്ക്ക് സമാനമായ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഓർമ്മയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, ആ ഇൻസിഡന്റിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ, ആ ട്രോമയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആ പഴയ മെമ്മറി എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. അത് ഓർമ്മയിലേക്ക്, അവയർനെസ്സിലേക്ക് വരും. ഉടനെ തന്നെ അതിന് ആ ഒരു മെമ്മറി വരുന്നതിന്റെ കൂടെ തന്നെ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബോഡിയിൽ എന്ത് ചേഞ്ചസ് സംഭവിക്കും? ചില കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും. അതായത് ഒരു നെഗറ്റീവ് ചാർജ് സംഭവിക്കും. ആ ട്രോമ ഉണ്ടായിരുന്ന സമയത്ത് എന്താണോ എക്സാക്ട്ലി സംഭവിച്ചത്, അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് സംഭവിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പോ ആ ട്രോമയെ ഡീൽ ചെയ്ത ആ സംഭവിച്ച സമയത്ത് വളരെ പോസിറ്റീവായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ട്രോമ സംഭവിക്കുന്ന സമയത്ത് അധികവും വളരെ നെഗറ്റീവായിട്ടുള്ള ചാർജും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും ഫിയറും സംഗതിയിലൂടെയാണ് അതിനെ പ്രോസസ്സ് ചെയ്തത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ട്രിഗർ ചെയ്യുമ്പോൾ, സമാനമായ ഒരു ഇൻസിഡന്റോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്ത് ചെയ്യും, പെയിന് അല്ലെങ്കിൽ വിഷമം, പ്രയാസം, ബുദ്ധിമുട്ട്, ആ ഒരു സ്റ്റേജിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മുടെ ബോഡി എല്ലായ്പ്പോഴും പലതരത്തിലുള്ള ട്രോമകൾ നമ്മൾ ശരീരം കടന്നു പോയിട്ടുണ്ട്. 10,000-3000 ട്രോമകളിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു ശരാശരി മനുഷ്യൻ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ പലതും ഈ പറഞ്ഞതുപോലെ റിപ്പീറ്റഡുമാണ്. ഓക്കെ, വളരെ കോർ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ ഒരു 10-100 അല്ലെങ്കിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 30 മുതൽ അല്ലെങ്കിൽ 30 to 100 ഉള്ളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വളരെ കോർ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിട്ട് നമുക്ക് ടോട്ടൽ ഒരു 3000 മുകളിൽ ഇത്തരത്തിലുള്ള പെയിൻഫുൾ എക്സ്പീരിയൻസസ് നമുക്ക് ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ സംഭവിക്കുന്ന ഇൻസിഡന്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ പലതവണ സംഭവിക്കുന്നു. പല കാറ്റഗറി ട്രോമകൾ ഓരോ ദിവസം ട്രിഗേർഡ് ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ, ഇങ്ങനെ ട്രിഗേർഡ് ആകുന്ന നമ്മളെന്ന് വെച്ചാൽ, ഒരു ട്രോമ സംഭവിക്കുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമുക്ക് എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരു സ്ട്രെസ്സിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇങ്ങനെ അവസ്ഥയിലൂടെ സ്ഥിരമായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ, ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന അവസ്ഥ എന്താ വെച്ചാൽ, ഒരു സ്ട്രെസ് ബാധിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു 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 വല്ലാത്ത ഫിയർ ഉള്ള, അല്ലെങ്കിൽ ഒരു കൺസേൺ ഉള്ള, അലേർട്ട് ആയിട്ടുള്ള, വിജിലന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം. ബോഡി ഒരു നാച്ചുറലി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥ. അത് ഒരു പരിധിക്ക് അപ്പുറം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ എപ്പോഴൊക്കെ നിൽക്കുന്നുവോ അപ്പോഴൊക്കെ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹോർമോൺ ലെവലിൽ ഇംബാലൻസസ് സംഭവിക്കും, കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കും. ഇത് സംഭവിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള എനർജി സപ്ലൈ, നമ്മൾ കഴിക്കുന്ന ഫുഡ് ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഫുഡ് ആവട്ടെ, ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട എനർജി, ആ എനർജി സപ്ലൈ പ്രോപ്പർ ആയിട്ട് ഫുഡുകളിൽ നിന്നും സംഗതികളിൽ നിന്നും പ്രോട്ടീൻസ് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇത്ര പറയുന്നവരാണ് മെറ്റാബോളിസം. അപ്പൊ ഈ കോർട്ടിസോൾ ലെവൽ വല്ലാണ്ട് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റം എന്തായി, വീക്കായി മാറും. ഇത് വീക്കായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി
മെറ്റാബോളിസം വീക്ക് ആയി കഴിഞ്ഞാൽ ഈ എനർജി സപ്ലൈ പ്രോപ്പറായിട്ട് നടക്കില്ല. പല സ്ഥലങ്ങളിലൊന്നും ചോദിച്ചാൽ ബ്ലോക്ക് സംഭവിക്കും. ആ ബ്ലോക്ക് സംഭവിക്കുന്ന ഇതിനനുസരിച്ച് അവിടുത്തെ ലൈക്ക് നമ്മളുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറയാൻ തുടങ്ങും. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, അതായത് പ്രതിരോധ ശക്തി കുറയും, രോഗപ്രതിരോധ ശക്തി കുറയും. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ സെല്ലുകൾ വീക്കാകും, അസുഖങ്ങൾ നമുക്ക് വരാൻ തുടങ്ങും. അപ്പൊ ബോഡി പെയിൻ ആവാം, അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളാവാം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള ശരീരത്തിൽ തന്നെ മൊത്തത്തിൽ അസുഖങ്ങൾ വരാം. അത് മാത്രമാണോ സംഭവിക്കുക? നമ്മുടെ ശരീരം അത് ഒരു സൈഡിലൂടെ പോകുന്ന ഹെൽത്ത് ഇഷ്യൂസിലേക്കാണ്. നമുക്ക് ബോഡി എപ്പോഴും എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഫിയർ ഓഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ ഇങ്ങനെ നമുക്ക് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും ടെൻഷനിലാണ്. അപ്പൊ ബോഡിയുടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ എനർജി ഫ്ലോ കുറച്ചെങ്കിലും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മൾ ബോഡി എന്ത് ചെയ്യും, ഒരു പെട്ടെന്ന് റിലാക്സ്ഡ് ആകുന്ന എന്തെങ്കിലും സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ സുഖം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളെ ശരീരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അങ്ങനെ പ്രേരിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് വെച്ചാൽ എസ്കേപ്പിസം എന്ന് പറയുന്നത്. ആ എസ്കേപ്പിസത്തിൽ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് ആ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരവസ്ഥ. അങ്ങനെ ഒളിച്ചോടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത്തരത്തിലുള്ള സൈഡിലാണ് നമുക്കെന്ന് വെച്ചാൽ അഡിക്ഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ സ്മോക്കിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള അഡിക്ഷൻസ്, സംഗതികൾ, മോശമായ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ അഡിക്ഷൻസ്, വെറുതെ ഇരിക്കുക, ലൈക്ക് റിലാക്സ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതിയിലേക്ക് എന്താ വെച്ചാൽ ഭക്ഷണം ഓവർ ഈറ്റിംഗ് സ്വഭാവത്തിലേക്ക് പോവുക, ഇങ്ങനെയുള്ള സംഗതിയിലേക്കൊക്കെ നമ്മൾ പോകും. സോ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കും, നമ്മളുടെ റിലേഷൻഷിപ്പ്, ഫാമിലി ലൈഫിനെ ബാധിക്കും, നമ്മുടെ പല രീതിയിൽ നമ്മുടെ ലൈഫിനെ എന്ത് ചെയ്യാൻ പറ്റും, ബാധിക്കാൻ തുടങ്ങും. ഫുൾ ടൈം സ്ട്രെസ് ആയി കഴിഞ്ഞാലുള്ള സംഭവം വേറെ സൈഡ് എഫക്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻസൈറ്റി കൂടും. അതൊരു പരിധിക്കപ്പുറം ആയി കഴിഞ്ഞാൽ ബോഡി എപ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ നിന്ന് കഴിഞ്ഞാൽ പതിയെ പതിയെ ആങ്സൈറ്റി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നമുക്ക് ഓവർ സ്ട്രെസ് നമ്മളെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിയർ വല്ലാണ്ട് വരിക, പല കാര്യങ്ങൾക്കും ഫിയർ വരിക, ലൈഫിൽ എന്താ വെച്ചാൽ നമ്മൾ വീക്കായി തുടങ്ങും, മെന്റലി നമ്മൾ വീക്കായി തുടങ്ങും, നെഗറ്റീവ് തിങ്കിങ് വരാൻ തുടങ്ങും, ഓവർ തിങ്കിങ് വരാൻ തുടങ്ങും. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ലൈഫ് അത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് മാത്രമാണോ? ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ തവണയും നെഗറ്റീവ് ആയിട്ടുള്ള ഇൻസിഡൻസ് സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് കംപ്ലീറ്റ്ലി മാറും. നമുക്ക് നമ്മളെ കുറിച്ചുള്ള സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമേജ് വരും, കൺഫ്യൂസിംഗ് ആയ സെൽഫ് ഇമേജ് വരും, വളരെ വീക്ക് ആയിട്ടുള്ള സെൽഫ് ഇമേജ് വരും. നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫുകൾ കംപ്ലീറ്റ്ലി എന്താകും, നെഗറ്റീവായിട്ട് മാറും. ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇതൊരു വലിയ പ്രോബ്ലമായിട്ട് നമ്മുടെ ലൈഫിൽ ബാധിക്കാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ പ്രോഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ ഇത് നയിക്കും. അതാണ് അടുത്തൊരു സംഗതി എന്ന് പറയുന്നത്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എന്താ വെച്ചാൽ ഒരു പ്രൊജക്റ്റോ കാര്യങ്ങളോ ചെയ്തു പോകാൻ കഴിയില്ല. സോ നമ്മളെ അത് വീക്കൻ ചെയ്യാൻ തുടങ്ങും. സോ ഇങ്ങനെയുള്ള ഇഷ്യൂസും സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതെന്ന് വെച്ചാൽ വലിയ പെയിന് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. ഇങ്ങനെ പെയിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, EFT എന്ന് പറയുന്ന ടൂൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രോമയെ ഹീല് ചെയ്യാൻ പറ്റും. അത് തുടക്കം ഉണ്ടായിട്ടുള്ള ആ ട്രോമയെ ഹീൽ ചെയ്യാൻ പറ്റും. ഹീൽ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ബ്ലോക്ക് റിമൂവ് ചെയ്യപ്പെടും. നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ എനർജി ഫ്ലോയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. മെറ്റാബോളിസത്തെ ബാധിക്കുന്നു, ഇപ്പോൾ നമ്മുടെ എനർജി ഫ്ലോയെ ബാധിക്കുന്നു. ഈ എനർജി ഫ്ലോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചേഞ്ച് ആകും. അതായത് നമ്മൾ നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ ചേഞ്ച് ആകും, നമ്മൾ സ്ട്രെസ്സിൽ നിന്ന് ഫ്രീ ആകും. EFT ചെയ്യുമ്പോൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് നമ്മളെ ആ ഒരു ഇമോഷൻ, നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, നമ്മൾക്കൊരു ട്രോമ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജ്, അതേപോലെ നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ട്രോമയെ ട്രിഗർ ചെയ്യുന്ന ഇൻസിഡൻസോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒന്ന് കുറ്റം പറയുമ്പോഴേക്കും നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ തളർന്നു പോകുന്നു. കാരണം പഴയ ട്രോമയിലേക്കാണ് അത് പോയിട്ടുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ തളർന്നു പോകും, നമ്മൾ വീക്കായി പോകും, നമ്മൾ നെഗറ്റീവ് ആയി പോകും. സോ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു, പക്ഷെ നമ്മൾ അത് ഇരുന്ന് ജസ്റ്റ് EFT മെത്തേഡ് ഉപയോഗിച്ചിട്ട് ടാപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഹീൽ ചെയ്തു. ഓക്കെ, ജസ്റ്റ് ടാപ്പ് ചെയ്തു, എന്നിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഉടൻ തന്നെ ആ എനർജി ബ്ലോക്കിനെ, നെഗറ്റീവ് ചാർജിനെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഈ ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ഫ്രീ ആക്കി ഇട്ടുന്നത്. അതായത് നമുക്കൊരു മെമ്മറി ഉണ്ടാവും, നമ്മൾ ഒരാൾ കുറ്റം പറഞ്ഞു, ഓക്കെ, അതൊരു ഓർമ്മയാണ്. ഓട്ടോമാറ്റിക്കലി നമുക്കത് വിഷമാവും. വിഷമാവുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും.
അപ്പൊ അതൊരു മെമ്മറിയാണ്. ആ മെമ്മറി ആക്ച്വലി ഇത്രയേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഇമോഷൻസ് ഇത്രയുണ്ട്. നമ്മൾ എന്താ ചോദിച്ചാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇമോഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മെമ്മറിയിൽ നിന്ന് ഫ്രീഡം, ഈ മെമ്മറിയെ ഇമോഷൻസിൽ നിന്ന് ഫ്രീ ആക്കുക. സോ ആ ഫ്രീ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴൊക്കെ ആ മെമ്മറി നമുക്ക് വരുന്നു, ഓർമ്മ വരുന്നു, അപ്പോഴൊക്കെ നമുക്ക് പെയിൻ വല്ലാണ്ട് വരും. പെയിൻ വല്ലാണ്ട് വരുമ്പോൾ, വിഷമം വല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ ബോഡി സെൽഫ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റിലേക്ക് പോകും, ആ മോഡിലേക്ക് പോകും. അപ്പോൾ കോർട്ടിസോൾ ഉത്പാദിപ്പിക്കപ്പെടും. കോർട്ടിസോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അളവിലധികം കണ്ടിന്യൂസ് ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അത് ബാധിക്കും. നമ്മൾ വീക്ക് ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ സെൽഫ് ഇമേജ് മോശമായിക്കൊണ്ടിരിക്കും. സോ ടോട്ടലി നമ്മൾ എന്താ വെച്ചാൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലൂടെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ടു എവ്രിബഡി. ക്ലിയർ ആണോ പറയുന്നത്? ഇതിനെ നമ്മൾ എന്താ വെച്ചാൽ ചേഞ്ച് ചെയ്യുക. സോ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കൽ വെച്ചാൽ ടാപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ അക്യൂപ്രഷർ പോയിന്റ്സിലാണ് ടാപ്പ് ചെയ്യുന്നത്. ഈ അക്യൂപ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തില് എന്താണ്, ശരീരത്തിലുള്ള എനർജി പോയിന്റ്സുകളാണ്. ഈ എനർജി പോയിന്റ്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ മെറീഡിയൻ പോയിന്റ്സ് എന്നാണ് ഇതിനെ പറയുക. ഈ മെറീഡിയൻ പോയിന്റ്സ് ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള കമാൻഡ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ വിശ്വാസങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ട്രോമയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ, സെൽഫ് ഇമേജ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് സെല്ലുലാർ മെമ്മറി ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാപ്പിംഗ് കൊടുക്കുമ്പോൾ എനർജി പോയിന്റ്സ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ്ലി എനർജി ഫ്ലോ വർക്ക്ഔട്ട് ആവുകയും ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ നല്ല കമാൻഡുകൾ കൊടുക്കുന്നു. നമ്മുടെ പ്രോബ്ലത്തെ ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട്, EFTയിലുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത് പ്രോബ്ലത്തെ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം, ദെൻ അതിനെ അക്നോളജ് ചെയ്യണം, എന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ അതിനെ ലെറ്റ് ഗോ ചെയ്യണം, എന്നിട്ട് അതിനുശേഷം എന്താ വെച്ചാൽ റീഫ്രെയിം ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ ചെയ്യണം. സോ അത് ചെയ്യുന്ന അത്തരത്തിലുള്ള സ്റ്റെപ്സിലൂടെ കമാൻഡുകൾ കൊടുത്ത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ എനർജി പോയിന്റ്സിലും ടാപ്പ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് യു ജസ്റ്റ് ചേഞ്ച് യുവർ എൻറ്റയർ metabolism, change your like relaxation technique നമ്മൾ ചേഞ്ച് ചെയ്യും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്റ്റ് വെച്ചാൽ ഇഫ് യു വാണ്ട് ടു ഫീൽ ബെറ്റർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കൂടുതൽ എനർജി ഫീൽ ചെയ്യണോ, കൂടുതൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യണോ, കൂടുതൽ റിലാക്സ്ഡ് ആവണോ എങ്കിൽ വി ക്യാൻ ഡു എ ഫ്രീ ഡെമോ നൗ. ഇപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡെമോ ചെയ്യാം. ഡെമോ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ടേസ്റ്റ് തരാം. ലൈക്ക് ഐ വിൽ ഗിവ് യു എ ടേസ്റ്റ്. ബിക്കോസ് എല്ലാ സ്റ്റെപ്സുകളും ഇപ്പൊ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, ബട്ട് ഐ ക്യാൻ ഗിവ് യു സം ടേസ്റ്റ് ഓഫ് ഇറ്റ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ലെറ്റ്സ് ഡു ഇറ്റ്. ആർ യു റെഡി? ഓക്കെ, എ സ്മോൾ വേർഷൻ. ഇത് കോഴ്സ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, ഇൻ ഡെപ്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ അവർക്ക് ഫുൾ സ്റ്റെപ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബട്ട് what I'm going to do is like, you know, a small step. So നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ? വാട്ട് ഈസ് EFT ആൻഡ് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങളുടെ ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കിട്ടിയോ? വാസ് ഇറ്റ് ഹെൽപ്ഫുൾ? എന്താണ് EFT എന്നുള്ള സംഗതിയിൽ കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയോ? ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവരുണ്ടാകാം. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ട്രോമ, പെയിൻ, ബുദ്ധിമുട്ട്, ആ സംഗതികളിൽ നിന്ന് നിങ്ങളെ ഒന്ന് റിമൂവ് ചെയ്യാം. ഏതെങ്കിലും ഒരു എന്താ പറയാ, ജസ്റ്റ് ഒന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. വാട്ട് ഈസ് ദർ എനി ചേഞ്ചസ് ദാറ്റ് ഈസ് ഹാപ്പനിങ്, ലെറ്റ് മീ നോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, ഓക്കെ, റെഡി? ജസ്റ്റ് എന്താ വെച്ചാല് നമുക്ക് കുറെ മെറീഡിയൻ പോയിന്റ്സ്, എനർജി പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ടെന്ന്. ഈ അക്യുപ്രഷർ പോയിന്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ ടാപ്പ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ നമുക്ക് ഈ കൈ ഇങ്ങനെ എടുക്കുക. ഓക്കെ, എല്ലാവരും കൈ ഇങ്ങനെ എടുക്കുക. എല്ലാവരും വീഡിയോയിലൊന്ന് വരുമോ? ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, വീഡിയോയിൽ വരിക. സോ ഇഫ് യു ആർ ഹിയർ ഇൻ വീഡിയോ, ഐ ക്യാൻ സീ യു. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു. ഓക്കെ, ജസ്റ്റ് കൈകൾ എടുക്കുക. ഇതുവരെ ചെയ്യാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന സംഗതി ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക് ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ലെറ്റ്സ് ജോയിൻ ആൻഡ് ഡു ഇറ്റ്. എത്ര പേർക്ക് ഇത് ചെയ്യണം താല്പര്യമുണ്ട്? ചെയ്യണോ വേണ്ടിയോ? ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഔട്ട്, ജസ്റ്റ് കമന്റ് ഔട്ട്. പരമാവധി ആൾക്കാർ എന്താ വെച്ചാൽ കമന്റ് ഔട്ട്. ഓക്കെ, ജുബൈലത്ത് പറയുന്നു കരഞ്ഞു പോയി സാർ. വെരി ഗുഡ്. ഓൾറൈറ്റ്, സോ ബി ഹിയർ ഇൻ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, കരച്ചിൽ നല്ലതാണ്. ദാറ്റ്സ് ഗുഡ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഹീലിംഗ്. ഓക്കെ, ഹീലിംഗിന്റെ ഭാഗമാണത്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഹീലിംഗ്. ഇറ്റ് ഹെൽപ്സ് യു എ ലോട്ട്. സോ ലെറ്റ്സ് ഡു ദിസ്.
ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കൈകളിലേക്ക് എന്ത് ചെയ്യാൻ വരാം, കൈകൾ എടുക്കുക. കൈകൾ എടുത്തിട്ട് എന്ത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത്, കൈകളുടെ ഈ ഒരു ഭാഗത്ത് എന്ത് വെച്ചാൽ ടാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. യു ജസ്റ്റ് ഡു ദിസ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് ഡു ദിസ്. ഇതിനെ പറയുന്ന പേരാണെന്ന് വെച്ചാൽ, ഈ ഭാഗമാണെന്ന് വെച്ചാൽ കരാട്ടെ ചോപ്പ് എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മൾ എന്താ വെച്ചാൽ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഈ രണ്ട് കൈകളുടെ രണ്ട് ഈ ഭാഗത്ത് ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഭാഗം ജസ്റ്റ് ടാപ്പ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം അനുഭവിക്കുന്ന, നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് മനസ്സിലേക്ക് എടുക്കാം. ഓക്കെ, മിസ്റ്റേക്ക് അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത് മനസ്സിലേക്ക് എടുക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ആ ഒരു ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം, അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കാലിന് വേദനയാവാം, ബാക്ക് പെയിൻ ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാവാം, വട്ടെവർ ഇറ്റ് ഈസ്. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നു, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഐ അഡ്മിറ്റ് ദാറ്റ്. അത് അഡ്മിറ്റ് ചെയ്യുന്നു, എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട് എന്ന്. എന്താണോ ബുദ്ധിമുട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. പേടിയാവാം, ടെൻഷൻ ആവാം, വിഷമമാവാം, ശരീരത്തിൽ അനുഭവിക്കുന്ന വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാവാം. ഐ അക്സെപ്റ്റ് ഇറ്റ് ഈസ് ദെയർ. അത് അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഐ അക്സെപ്റ്റ് ഇറ്റ് ഈസ് ദെയർ. ഐ അക്സെപ്റ്റ് ഇറ്റ് ഈസ് ദെയർ. ഐ അഡ്മിറ്റ് ഇറ്റ് ഈസ് ദെയർ. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ അവിടെ ഉണ്ട്. ഐ നോ ഇറ്റ് ഈസ് ദെയർ. അതെനിക്കറിയാം അത് അവിടെ ഉണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ദെയർ. ഞാനത് മനസ്സിലാക്കുന്നു. ആ ഒരു പെയിന്, ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയിപ്പോ അത് ഈ ഹെഡിൽ ടാപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് കൈകൾ ഉപയോഗിക്കാം. ജസ്റ്റ് ഹെഡിൽ ടാപ്പ് ചെയ്യും. ഓക്കെ, ടാപ്പ് ചെയ്യാം. ഹെഡിൽ എന്ന് പറയുമ്പോൾ ഈ ചെവിയുടെ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട്, കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നാൽ എവിടെയാണോ വന്ന് മീറ്റ് ചെയ്യുന്നത് അവിടെ ടാപ്പ് ചെയ്യും. ഓക്കെ, ഒരു കൈ കൊണ്ട് വേണമെങ്കിലും ടാപ്പ് ചെയ്യും, നോ ഇഷ്യൂ. സോ എന്റെ ജീവിതത്തിൽ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അവിടെ ഉണ്ട്, പ്രയാസം അവിടെ ഉണ്ട്. ആ പ്രയാസം ഉണ്ടെങ്കിൽ പോലും, ആ ഒരു പ്രയാസം അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതൊരു വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എനിക്ക്, വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക്. അതുണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എന്നെ അംഗീകരിക്കും. ഐ ഫോർഗീവ് മൈസെൽഫ്. ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കും. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കും. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. എന്നിട്ട് നേരെ ഈ ഭാഗത്ത് വരിക, രണ്ട് പുരികത്തിന്റെ സെന്ററിൽ ടാപ്പ് ചെയ്യുക കേട്ടോ. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. സത്യസന്ധമായും അഗാധമായും ഞാൻ എന്നെ സ്നേഹിക്കും. സത്യസന്ധമായും അഗാധമായും ഞാൻ എന്നെ സ്നേഹിക്കും. ഞാൻ ആത്മാർത്ഥമായും എന്നെ സ്നേഹിക്കും. ഞാനിപ്പോ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് എന്റെ ശരീരത്തിൽ ആ അനുഭവിക്കുന്ന സമയത്ത് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതെനിക്ക് ഞാൻ ഫീൽ ചെയ്യുന്നു. അതെന്നെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നു. എന്റെ പല കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്റെ ശരീരവേദനയ്ക്ക് അത് കാരണമാകുന്നു. അങ്ങനെ വേദന സൈഡ് ഓഫ് ദ ഐസ് കേട്ടോ. ഇനി സൈഡിൽ, കണ്ണിന്റെ സൈഡിൽ ടാപ്പ്. സോറി. സോ സൈഡിൽ ടാപ്പ് ചെയ്യാം. സോ സൈഡിൽ ടാപ്പ് ചെയ്യുന്നു. ഈവൻ ദോ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി. അടുത്തത് അണ്ടർ ദ ഐസ്. കണ്ണിന്റെ താഴെ ഇവിടെ ഇങ്ങനെ ഒരു എല്ല് കാണാം അല്ലെ, ഇങ്ങനെ ചന്ദ്രക്കല പോലെ ഇങ്ങനെ ഒരു എല്ല് കാണാം. അപ്പൊ ആ ഒരു ഷേപ്പിലുള്ള അവിടെ ടാപ്പ് ചെയ്യും. ഓക്കെ, ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫോർഗീവ്. അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യാം കേട്ടോ. വിരലുകൾ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഐ ലവ് മൈസെൽഫ്. ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി.
ഒന്ന് ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മൂക്കിനുള്ളിലൂടെ എടുക്കുക, വായിലൂടെ പുറത്തേക്ക്. ഞാൻ അനുഭവിക്കുന്ന ആ ബാക്ക് പെയിൻ, ആ ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം, ഞാൻ അനുഭവിക്കുന്ന ഒരു കാൽമുട്ട് വേദന, ഞാൻ അനുഭവിക്കുന്ന കൈമുട്ട് വേദന, ഞാൻ അനുഭവിക്കുന്ന ഷോൾഡർ പെയിൻ, ഞാൻ അനുഭവിക്കുന്ന ഒരു അസുഖം ഉണ്ടാകുമോ എന്നുള്ള എന്റെ പേടി, ഞാൻ അനുഭവിക്കുന്ന മറ്റുള്ള പ്രശ്നങ്ങൾ, എനിക്കുള്ള ടെൻഷൻ, ഞാൻ അനുഭവിക്കുന്ന മൈഗ്രെയിൻ, തലവേദന ഒരിക്കലും മാറാത്തതല്ല, ഞാൻ അനുഭവിക്കുന്ന ഗ്യാസിന്റെ പ്രശ്നം, ഞാൻ അനുഭവിക്കുന്ന എന്താണോ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം, ആ പ്രോബ്ലം കേട്ടോ. സോ അതുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഐ അക്സെപ്റ്റ് ഇറ്റ് ഈസ് ദർ ആൻഡ് ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ദർ. അത് അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ എന്നെ, ഇപ്പോഴത്തെ എന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി. അടുത്തത് എന്താ വെച്ചാൽ മൂക്കിന് താഴെയാണ്. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. സത്യസന്ധമായും അഗാധമായും ആത്മാർത്ഥമായും ഞാൻ എന്നെ സ്നേഹിക്കും. ഞാൻ എന്നെ സ്നേഹിക്കും. ഞാൻ എന്നെ സ്നേഹിക്കും. മൂക്കിന് താഴെ കേട്ടോ. അടുത്തത് എന്താണ്? ചുണ്ടിന് താഴെ, അതായത് താഴെ ചുണ്ടിന് താഴെ. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ഈ ഒരു താടിയുടെ ചിന്നിന്റെ ഭാഗം. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവൻലി, സിൻസിയർലി, ഡീപ്ലി. എന്റെ ശരീരത്തിലുള്ള എന്തെങ്കിലും ബ്ലോക്കുകൾ, എന്തെങ്കിലും എനർജി ബ്ലോക്കുകൾ, ഈ ഒരു ടെൻഷൻ മൂലം, ഈ ഒരു വിഷമം മൂലം, ഈ ഒരു പ്രയാസം മൂലം, ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് മൂലം എന്റെ ശരീരത്തിൽ എന്തെങ്കിലും എനർജി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അസുഖത്തിനും പ്രയാസത്തിനും വിഷമത്തിനൊക്കെ കാരണമാകുന്ന എനർജി ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ റിലീസ് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ എന്നെ അനുവദിക്കുന്നു. ഐ ലെറ്റ് ഗോ. എനിക്കത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പെയിന് എന്റെ ശരീരത്തിൽ ഇനി ഞാൻ ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ടാപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമോഷൻസിൽ നിന്ന്, ആ ഒരു പെയിനിൽ നിന്ന്, ആ ഒരു വേദനയിൽ നിന്ന് ഞാൻ ഫ്രീഡം നേടും. ഇമോഷണൽ ഫ്രീഡം ഞാൻ നേടും. ആ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം ഞാൻ നേടും. ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇനി ഇവിടെ ഈ ഒരു കോളർ ബോൺ എന്ന് പറയുന്ന ഒരു എല്ലുണ്ട് ഇവിടെ ഇങ്ങനെ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ടാപ്പ് ചെയ്യും. ഓക്കെ, നെഞ്ചില് മുകളിലായിട്ട്. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്, ജെനുവിൻലി, സിൻസിയർലി, ഡീപ്, സത്യസന്ധമായും അഗാധമായും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ പരിപൂർണമായി ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി, ജെനുവിൻലി, സിൻസിയർലി, ഡീപ്. I love myself, I accept myself, I forgive myself completely, genuinely, sincerely. Okay, I let go. I allow myself to heal. എന്നെ ഹീൽ ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നു. Allow myself to heal. എന്നെ ഹീൽ ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നു. എന്റെ പ്രയാസങ്ങൾ, വിഷമങ്ങളിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിക്കാൻ ഞാൻ അനുവദിക്കുന്നു. എന്റെ ശരീരത്തെ ഞാൻ അനുവദിക്കുന്നു. I am safe. ഞാൻ സേഫ് ആണ്. ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. I love myself. I accept myself. I forgive myself completely. I am safe. I am loved. I am loved. I'm safe. I love myself. I accept myself. Forgive myself completely. Genuinely, sincerely, deeply. Take a deep breath. Take a deep breath and relax. Take a deep breath and relax. Take a deep breath and breathe out and relax. പതിയെ കൈകൾ കൂട്ടിത്തിരുന്നു. മുഖത്ത് വെക്ക, ദേഹത്ത് വെക്ക, കഴുത്ത് വെക്ക. സ്വയം സ്നേഹത്തോടെ പറയാ, ഐ ലവ് മൈസെൽഫ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പറയാ, സ്വന്തത്തോട് പറയാം, പ്രൗഡ് ഓഫ് യു, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം അമേസിംഗ്, ഐ എം സേഫ്. All right. So, tell me. എത്ര മതി ചെയ്താൽ മതി? താഴത്തേക്ക് പിന്നെ കൈയിന്റെ ഷോൾഡർ ഒന്നും വേണ്ട. ലൈക്ക് അമർജാൻ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് എന്ത് വെച്ചാൽ നമ്മുടെ കോഴ്സിൽ വരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. ഓക്കെ, മുഴുവനായിട്ട് ചെയ്യണം. നിങ്ങൾ പഠിച്ച ആളല്ലേ? കമർജാനൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നല്ല അപ്പൊ കംപ്ലീറ്റ് ആക്കിക്കോളൂ. അത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ നമ്മളിപ്പോ ചെയ്തു. അതായത് നമുക്ക് ഇത് ഒരു ബേസിക് സ്റ്റെപ്പാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ബേസിക് സ്റ്റെപ്പാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത് ഫുൾ സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പൊ ഇതെന്താ വെച്ചാൽ ഇത് പകുതിയാണ് നമ്മളിപ്പോ ചെയ്തത്. അപ്പം ഇത്രയും എനിക്കിപ്പോ നമുക്ക് ഇവർക്ക് എന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഡെപ്തിൽ ഇതിനെ കുറിച്ച് പഠിക്കാതെ
കൂടുതലായിട്ട് നമ്മളത് ചെയ്യുന്നതും നല്ലതല്ല. ഓക്കെ, സോ ആർക്കെങ്കിലും എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടായോ? വാട്ട് ഡിഡ് യു ഫീൽ? ഇസ് ദർ എനി ചേഞ്ച്? എന്തെങ്കിലും ഒരു ബെറ്റർ ഫീലിംഗിലേക്ക് വന്നോ? ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവോ? എനി ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ യുവർ ബോഡി? റിലാക്സ്ഡ് ആണ്. ഓക്കെ, ഖുഷ്ബു പറയുന്നു റിലാക്സ്ഡ് ആണ്. വെരി ഗുഡ്. ഖുഷ്ബു ഇതിനു മുൻപ് എന്ത് വെച്ചാലും EFT ചെയ്തിട്ടുണ്ടോ? EFT പഠിച്ചിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ യു ആർ ഫീലിംഗ് റിലാക്സ്ഡ്. എന്തെങ്കിലും ബോഡി പെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടോ? ആ ബോഡി പെയിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? അത് മാറിയിട്ടുണ്ടോ? ഹാപ്പി ഫീൽ ആണെന്ന് പറയുന്ന ഹസീൻ. ഓക്കെ, ഇതിനു മുൻപ് EFT ചെയ്തിട്ടുണ്ടോ ഹസീന? ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ഇപ്പൊ ഇത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് ചെയ്യുന്നവർ EFT ചെയ്തിട്ടില്ല. സോ ഹസീന, ഹൗ ഡു യു ഫീലിംഗ് ഹാപ്പി, റൈറ്റ്? അപ്പൊ എന്താ സംഭവിച്ചത്? ഹസീനയുടെ എന്ത് വെച്ചാല് ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നു. വെരി ഗുഡ്. ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞേ നീ എന്ന് കമന്റ് ചെയ്യട്ടെ. ഫസ്റ്റ് ടൈം ആണല്ലോ. എനിക്ക് പെയിൻ കുറഞ്ഞു. വെരി ഗുഡ്. വേദന കുറഞ്ഞു. ഷാബിറ, എവിടെയായിരുന്നു വേദന ഉണ്ടായിരുന്നത്? ഒന്ന് പറയാമോ? എവിടെയായിരുന്നു? ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ ഷാബിറ? ഓക്കെ ഓക്കെ. യശോദ പറയുന്നു ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സുലേഹാബി പറയുന്നു ഓക്കെ, എനിക്ക് പെയിൻ കുറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, ഫസ്റ്റ് ടൈം ഇൻക്രീസ്ഡ് സെൽഫ് കോൺഫിഡൻസ്. അർച്ചന പറയുന്നു വെരി ഗുഡ്. ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്, ഇൻക്രീസ് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആയി. വെരി ഗുഡ്. കൈക്ക് വേദന വന്നു. ദാറ്റ്സ് ഇറ്റ്. കൈക്ക് വേദന വന്നു അല്ലെ? ഓക്കെ, വേദന വന്നൊക്കെയാണോ ചെയ്തത്? എനിക്ക് വേദന കുറഞ്ഞു എന്നാണ് സാബിർ ആദ്യം പറഞ്ഞത്. ഇപ്പം ലൈക്ക് കൈക്ക് വേദന ഉണ്ടായിരുന്നു, അത് കുറഞ്ഞു അല്ലെ? വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ JR ബഷീർ പറയുന്നു ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ JR ബഷീർ, what is happening? What happened? What did you feel? Did you feel any change? എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്തോ? ഒന്ന് റിലാക്സ്ഡ് ആയോ? എനർജി ചേഞ്ച് ആയോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. റിലാക്സ് ആയി. ഞാൻ ഫസ്റ്റ് ക്ലാസ് ചെയ്യുന്നു. ഓക്കെ, റിലാക്സേഷൻ ഫീൽ ചെയ്തു. ഓക്കെ ഓക്കെ. സോ നമുക്ക് ഒരു മീറ്റപ്പ് വരുന്നുണ്ട്. കൊച്ചിയിലാണ് വരുന്നത്. കഴിയുമെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ കൊച്ചിയിലുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ ഫുൾ ഡേ ഇവന്റ് ആണ്. കാലിക്കറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, അങ്ങോട്ട് വരാം. അപ്പം ഈ വരുന്ന നെക്സ്റ്റ്, അതായത് ഇന്നിപ്പം സൺഡേ ആണ് അല്ലെ? അടുത്ത സൺഡേയിലേക്കാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ പ്രോഗ്രാമിലേക്ക് എന്താ വെച്ചാൽ നമ്മളുടെ പ്രോഗ്രാമിന്റെ ഫീ ഒരു ഓഫർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്ന ഓഫർ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഫീ എത്രയാണെന്ന് വെച്ചാൽ 2200 രൂപയാണ് നമ്മുടെ പ്രോഗ്രാം ഫീ ഉണ്ടായിരുന്നത്. സോ ദർ ഈസ് എൻ ഏർലി ബേർഡ് ഓഫർ. ഈ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത് ഈ ബുധനാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇന്ന് സൺഡേ, ദെൻ മൺഡേ, ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ, 7th മുൻപ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. ആ ഏർലി ബേർഡ് ഓഫർ നിങ്ങൾ ഉപയോഗിക്കുക. ആ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത് 1499 രൂപയാണ്. അപ്പൊ കൊച്ചിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും വരണം. പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കുക. 1499 രൂപയ്ക്ക് ഒരു ദിവസത്തെ EFT പ്രോഗ്രാമാണ്. സോ EFT പ്രോഗ്രാം ആണെന്ന് വെച്ചാൽ കൊച്ചിയിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ആ പ്രോഗ്രാമിലേക്ക് എന്താ വെച്ചാൽ 1 ഡേ പ്രോഗ്രാമാണ്. ഇതൊന്നും ആരും ഫ്രീ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കില്ല. സാർ മൈൻഡ് സോ ഗ്രേറ്റ്. അനിത, താങ്ക് യു സോ മച്ച്. സോ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വരണം. ഞാൻ എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ടെക്നിക്ക് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഇത് റിലാക്സേഷന് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇത് അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സുകൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ദുശ്ശീലങ്ങൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നിങ്ങളുടെ ആങ്സൈറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നിങ്ങളുടെ അസിഡിറ്റി പ്രശ്നം, അതായത് ഗ്യാസിന്റെ പ്രശ്നമായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് അലർജി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറ്റാം, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വേദനകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങളുടെ സ്ലീപ്പിംഗ്, ഉറക്കം കിട്ടാത്ത പ്രശ്നമുണ്ടോ, അത് മാറ്റാം. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാണ്ട് സ്റ്റെക്കായി നിൽക്കുകയാണോ, എങ്ങനെ രക്ഷപ്പെടാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് സ്റ്റെക്കായി നിൽക്കുകയാണോ, അതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. സോ ദിസ് ഈസ് എ വെരി പവർഫുൾ ടൂൾ, വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക. എന്നിട്ട് എന്താ വെച്ചാൽ ഈ ഒരു നമ്മുടെ മീറ്റപ്പിലേക്ക് വരിക. മീറ്റപ്പിലേക്ക് വന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ പരമാവധി ഈ ഒരു വിഷയം പഠിച്ചെടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ 1499 രൂപയേ ഉള്ളൂ. വരണം, പങ്കെടുക്കണം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ. OCD മാറുമോ? തീർച്ചയായിട്ടും OCDയുടെ കാര്യത്തിലും എന്താ വെച്ചാൽ നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ OCD 2 രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ആയി വരാം. കാരണം ഇത് ഒരു രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ OCD മാറുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്.
പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇതിന്റെ റിസൾട്ട് കാണുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ OCD തുടക്കത്തിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുകയും പിന്നെ ആ കറക്റ്റ് റൂട്ട് കോസിൽ ട്രോമ ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന OCD കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് വരാൻ പറ്റും. സോ നമ്മുടെ ലൈഫിൽ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം വരുന്നത് നമ്മൾ അനുഭവിക്കുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കോഴിക്കോട് മലപ്പുറം യശോദ ചോദിക്കുന്ന കോഴിക്കോട് മലപ്പുറം വരുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം. തീർച്ചയായിട്ടും മീറ്റപ്പ് ഉണ്ടാകും. കാരണം കൊച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലപ്പുറത്ത് കോഴിക്കോട് വരുന്നുണ്ട്, കണ്ണൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വി വിൽ ബി പ്ലാനിങ് എ ലോട്ട്. സോ കൊച്ചിയിൽ എവിടെയാണ് പ്ലേസ്? ഓക്കെ, കൊച്ചിയിൽ നമുക്ക് പ്രോഗ്രാം വരുന്നത് അതിന്റെ ലൊക്കേഷൻ കൺഫർമേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. സോ ഫൈനൽ കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അറിയിക്കും. എന്തായാലും കൊച്ചി സെൻട്രൽ ഭാഗത്ത് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ പെട്ടെന്ന് തന്നെ എത്താൻ കഴിയുന്ന ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ കം ടു ദ പ്രോഗ്രാം ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, മൈഗ്രെയിൻ കുറയുമോ? മൈഗ്രെയിൻ മാറുമോ? തീർച്ചയായിട്ടും മാറും. മൈഗ്രെയിൻ ഒക്കെ എത്രയോ ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ എന്ന് വെച്ചാൽ മൈഗ്രെയിൻ ഒക്കെ എന്ന് വെച്ചാൽ ട്രിഗറിങ് ആണ്. അതൊരു ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ട്രിഗറിങ് ആണ്. സ്ത്രീകൾക്കായിരിക്കും മൈഗ്രെയിൻ ഒക്കെ കൂടുതലായിട്ട് കാണുന്നത്. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ കൂടുതൽ ഇമോഷണലി കാര്യങ്ങളെ എടുക്കുന്നവരാണ്. ഇമോഷണലി ഭയങ്കരമായിട്ട് എടുക്കും. അപ്പൊ ഏതൊരു ട്രോമയും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ട്രോമയും സ്ത്രീയെ വല്ലാണ്ട് ബാധിക്കും. കാരണം സ്ത്രീ എന്ന് പറയുന്നത് വെച്ചാൽ ഒരുപാട് ഇമോഷണലി കാര്യങ്ങളെ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. സോ ഓട്ടോമാറ്റിക്കലി ഒരു പെയിൻ വരുമ്പം അത് വല്ലാണ്ട് അവരെ ബാധിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം EFT ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സ്ത്രീകളിലാണ്. കാരണം എന്താ വെച്ചാൽ അവർ ഇമോഷണലി ഓപ്പൺ അപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് എന്താ വെച്ചാൽ ഇതിന്റെ റിസൾട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടും. കാരണം ഇമോഷണലി ഓപ്പൺ അപ്പ് ആവുന്ന വൾണറബിൾ ആയിട്ട് ഓപ്പൺ അപ്പ് ആവുന്ന ആൾക്കാർക്കാണ് എന്താ വെച്ചാൽ ഇതിന് എന്താ വെച്ചാൽ ഗ്രീവിംഗ് എന്ന് പറയും. ഗ്രീവിംഗ് എന്ന് പറഞ്ഞ ഹീലിംഗിന്റെ ഫസ്റ്റ് ഫേസ് ആണ്. പെട്ടെന്ന് എന്താ വെച്ചാൽ നല്ല റിസൾട്ടിലേക്ക് എന്ത് ചെയ്യും എത്തും. സോ നെക്സ്റ്റ് എന്താ വെച്ചാൽ വേറൊരു ആൾക്കാരുടെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ട്രോമ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, അവരെ അത് പെട്ടെന്ന് ബാധിച്ചോണം എന്നില്ല. പക്ഷെ ബാധിച്ചിട്ടുണ്ടാകും. കാരണം എല്ലാവർക്കും ഒരു പരിധിക്കപ്പുറം വന്നു കഴിഞ്ഞാൽ ബാധിക്കാൻ തുടങ്ങും. പക്ഷെ അവര് ഹീലിംഗിൽ നിന്ന് അവർ പുറത്ത് കടക്കാൻ വലിയ പ്രയാസം. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടാൻ പുരുഷന്മാർക്ക് വലിയ പ്രയാസമാണ്. സ്ത്രീകൾ പെട്ടെന്ന് രക്ഷപ്പെടും. കാരണം എന്താ വെച്ചാൽ ദേ ഹാവ് ഇമോഷണലി ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി അവർക്കുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെക്കാനിസം ആണ് അവരുടെ ഇതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഹീൽ ചെയ്ത് അതിന് പുറത്തു വരാൻ പറ്റും. സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ എത്ര ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാലും മെന്റലി അവർ സ്ട്രോങ് ആകുന്നൊരു റീസൺ അതുകൊണ്ടാണ്. ബിക്കോസ് അവർ സ്ട്രോങ് ആയിട്ട് അവർ പെട്ടെന്ന് അതിന് ഹീൽ ചെയ്ത് പുറത്തു. എന്നാൽ ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇത് പ്രോസസ് ചെയ്യാനോ ഹീൽ ചെയ്യാനോ കഴിയില്ല. വല്ലാണ്ട് പെയിനിലൂടെ കടന്നു പോയിട്ട് ഫിയർ വല്ലാണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി വരെ അത് ചേഞ്ച് ചെയ്യും. നമ്മൾ കൂടുതൽ ബോൾഡ് ആകും, കൂടുതൽ ഇൻസെക്യൂർഡ് ആകും, കൂടുതൽ ഓവറായിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഫെമിനൈൻ ക്വാളിറ്റി നഷ്ടപ്പെടും. നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല, നമുക്ക് റൊമാൻറ്റിക് ആവാൻ കഴിയില്ല, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരിക, നമുക്ക് നമ്മളിൽ എന്താ വെച്ചാൽ നമ്മുടെ ഫെമിനൈൻ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ല. നമ്മളെല്ലായ്പ്പോഴും ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലൂടെ കടന്നു പോകും. കരിയറിന് വല്ലാണ്ട് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ലൈഫിൽ തന്നെ ഒരു രസം നഷ്ടപ്പെടും, ഒരു സുഖം നഷ്ടപ്പെടും, റൊമാൻസ് നഷ്ടപ്പെടും, ഹാപ്പിനെസ് നഷ്ടപ്പെടും. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യും. നമ്മളൊരു കല്ല് ഹൃദയമുള്ള ഒരാളായി പോയെന്ന പോലെ ഫീൽ ചെയ്യും. നമുക്ക് ഒന്ന് പ്രോസസ് ചെയ്യാൻ കഴിയില്ല. വി വിൽ ബി ലൈക്ക് വെരി ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കടന്നു പോകും. സോ എനിക്ക് മൈഗ്രെയിൻ മാറി. അഷ്ന പറയുന്നു എനിക്ക് മൈഗ്രെയിൻ മാറി, ഇപ്പോൾ ആ ടെൻഷൻ ഇല്ല, താങ്ക് യു, ഫുൾ കൂൾ, ഒരു ചിന്തയും വരുന്നില്ല, ഒന്നും ബാധിക്കുന്നില്ല. വെരി ഗുഡ്. അഷ്ന നമ്മളുടെ കോഴ്സ് പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചല്ലോ മൈഗ്രെയിൻ മാറുമോ എന്നുള്ളത് പ്രോഗ്രാമിലേക്ക്. ബൈപ്പോളാർ മാറിയോ സർ, ഫാത്തിമ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ബൈപ്പോളാറിന്റെ കേസിലൊക്കെ നമ്മൾ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് നമ്മളിപ്പോ പറയുന്ന എല്ലാ അസുഖങ്ങളുടെയും ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന രീതി ഉള്ള പ്രോബ്ലം ഇപ്പോ നമുക്ക് ഇത് ഹീൽ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ട്രോമയിലെ എനർജി സംഗതികൾ കാര്യങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം ബെറ്റർ ആകുന്നു. നമ്മുടെ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ശരീരത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ പ്രോപ്പറായിട്ട്. അപ്പൊ ഇത് നമുക്കെന്ന് വെച്ചാൽ ചില കേസുകളിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറും. ചില കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് മാനേജബിൾ ആകാൻ പറ്റും. അതായത് നമുക്ക് അതുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ ബാധിക്കാത്തൊരവസ്ഥ. മനസ്സിലാവുന്നില്ല? അപ്പൊ ബൈപ്പോളാർ എന്ന് പറയുന്ന സംഗതി വെച്ചാൽ നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ പോലും അത് ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരും.
എന്താണ് തൃശ്ശൂർ ലെഫ്റ്റ് വെക്കുമോ എന്നാണോ ചോദിച്ചത്? തൃശ്ശൂരിൽ വെക്കുമോ എന്നായിരിക്കും അല്ലെ? തൃശ്ശൂരിൽ റസീന, ഞാനൊരു കാര്യം പറയും. റസീനയോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കൊച്ചിയിൽ നമ്മൾ വെക്കുന്നുണ്ട്, കാലിക്കറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കെങ്കിലും ഒന്ന് വരാൻ ശ്രമിക്കുക. തൃശ്ശൂരുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ യാത്രയുള്ള മൈൻഡ് കാണിക്കാൻ കം ടു ദ പ്രോഗ്രാം. തൃശ്ശൂർ നമുക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അവിടെയൊക്കെ നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഫ്യൂച്ചറിൽ വളരണം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ മൂവേഴ്സ് ആൻഡ് നോൺ മൂവേഴ്സ് എന്ന് പറയുന്ന 2 ടൈപ്പ് ആൾക്കാരുണ്ട്. മൂവേഴ്സ്, നോൺ മൂവേഴ്സ്. മൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവര് എന്താണ് പ്രത്യേകത? മൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ വേണമെങ്കിൽ, അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സൊല്യൂഷൻസ് കിട്ടും. ചലിക്കാത്ത ആൾക്കാർക്ക് എന്താ വെച്ചാൽ സൊല്യൂഷൻസ് കുറവായിരിക്കും, അവസരങ്ങൾ കുറവായിരിക്കും, അറിവുകൾ ലഭിക്കുന്നത് കുറവായിരിക്കും. സോ സൊല്യൂഷൻസ് എന്താ വെച്ചാൽ നമ്മൾ കിട്ടുന്നിടത്തേക്ക് ദേഷ്യം കുറയുമോ? വൈശാഖ്, ഡെഫിനറ്റ്ലി ദേഷ്യമൊക്കെ കുറയാൻ പറ്റും, വളരെയധികം കുറയും. ദേഷ്യത്തിന്റെ കാര്യത്തിലൊന്നും വറീഡേ ആവണ്ട. നിങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക്, കൊച്ചിയിലേക്ക് പ്രോഗ്രാം. വൈശാഖ് എവിടെ സ്ഥലം? വൈശാഖ് എവിടെ സ്ഥലം? സിയ പറയുന്ന കൊല്ലം ഉണ്ടാകുമോ? സിയ, കൊല്ലത്ത് ഞങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ജില്ലകളിലും വന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കൊല്ലത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കൊച്ചിയിലേക്ക് വരും, കൊല്ലത്ത് നിന്ന് കൊച്ചിയിലേക്ക് വരും. കോഴിക്കോടാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. സോ കൊല്ലംകാർക്കും സൗത്ത് ഭാഗത്തുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ കൊച്ചിയിൽ ചെയ്യുന്നത്. അപ്പൊ അടുത്ത ആഴ്ച കൊച്ചിയിലേക്ക് വരൂ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ, പ്രോഗ്രാമിലേക്ക് വരൂ കേട്ടോ. ഹിയറിംഗ് ലോസ് മാറുമോ? സന്തോഷ് കുമാർ, ഹിയറിംഗ് ലോസ് അതായത് നിങ്ങൾക്ക് ആദ്യം ഹിയറിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഹിയറിംഗ് ലോസ് സംഭവിച്ചതാണ്. ഓക്കെ, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ അത് ബെറ്റർ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ജന്മനാ നിങ്ങൾക്ക് ഹിയറിംഗ് ലോസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ വെച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ദർ ഈസ് എ പോസിബിലിറ്റി. ഹിയറിംഗ് ലോസ് സംഭവിച്ചതിന്റെ റീസൺ സൈക്കോളജിക്കലി ട്രോമാറ്റിക് റീസൺ കൊണ്ടാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും മാറും. സന്തോഷ് കുമാർ പറയുന്നത് പെട്ടെന്നുണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പെട്ടെന്നുണ്ടായതാണെന്നുണ്ടെങ്കിൽ മേ ബി അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം? ഹീൽ ചെയ്യാം. ഇങ്ങനെ പല പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പൊ അതൊക്കെ ഇമ്പ്രൂവ് ആവും. എത്ര ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സോ അത് നമ്മൾ എന്താ വെച്ചാൽ എത്ര ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കേസിൽ എന്താ വെച്ചാൽ ഒറ്റയടിക്ക് ഹീൽ ആവും. ഇപ്പൊ എന്റെ ഒരൊറ്റ തെറാപ്പി കൊണ്ടാണ് 20 വർഷം ഉണ്ടായിരുന്ന അസിഡിറ്റി പ്രോബ്ലം, ഗ്യാസിന്റെ പ്രശ്നം എനിക്ക് മാറിയത്. അതേപോലെ വായിൽ പുണ്ണ് വരുന്നത് ഒറ്റ തെറാപ്പിയാണ്. അത് നമ്മൾക്ക് അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി കറക്റ്റായിട്ട് ചിലപ്പോൾ അതിലേക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒറ്റ തെറാപ്പി മതി. ചില കേസിൽ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വർക്ക് ചെയ്യണം, അത് കണ്ടെത്തണം. ലൈക്കിനോ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് അത് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് അതിലേക്ക് അതിന്റെ ചിലപ്പോൾ ചില ഒരു ഇഷ്യൂ മാത്രമായിരിക്കില്ല, ആ ഇഷ്യൂയുടെ കണക്റ്റഡ് ആയിട്ട് ആസ്പെക്ട്സുകൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനാണ് നിങ്ങൾ എന്താ വെച്ചാൽ ക്ലാസ്സിലേക്ക് വരും, നമ്മുടെ മീറ്റപ്പിലേക്ക്, പ്രോഗ്രാമിലേക്ക് വരും. അതിലേക്ക് വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഡെപ്തിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ കോഴിക്കോട് വെക്കുമ്പോൾ പങ്കെടുക്കാം, ഷാബിറ പറയുന്നു. ഓക്കെ, ഡെഫിനറ്റ്ലി കോഴിക്കോട് നെക്സ്റ്റ് വരുന്നുണ്ട്. കണ്ണൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ണൂർക്കാർ എത്ര പേരുണ്ട് ഇവിടെ? കണ്ണൂർക്കാരുണ്ടോ? ഇസ് ദർ എനിബഡി ഹു ഈസ് ഫ്രം കണ്ണൂർ? കണ്ണൂർ, കാസർഗോഡ് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? സ്ഥലമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ വിൽ ബി കണ്ടക്ടിങ് പ്രോഗ്രാംസ് ദർ. സോ എത്ര ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം? ഓക്കെ, ലാസ്റ്റ് 21 ഡേയ്സ് ഓർ 60 ഡേയ്സ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിൽ EFTയുടെ കാര്യത്തിൽ എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പ് ചെയ്ത്, പിന്നെ ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ മെത്തേഡ് ആണ്. ഇത് നമുക്ക് ചുമ്മാ ഇരുന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത് വിട്ട് കളയാൻ തോന്നൂല. യു കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ആൻഡ് ഹീൽ യുവർ സെൽഫ്. അപ്പൊ ഓരോ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വളരെ കുറച്ച് തെറാപ്പീസ് മതി, അല്ലെങ്കിൽ കുറച്ച് സമയം മതി. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പിന്നീട് വരുന്ന ഏത് ചാലഞ്ചിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ടാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ഹീൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് വെച്ചാൽ ഇതിനെ കുറിച്ച്, ഇപ്പൊ ഞാനൊക്കെ എന്ത് വെച്ചാൽ ഇപ്പൊ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ടാപ്പിങ്ങിൽ തന്നെ നമ്മൾ എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആവും. കാരണം ഇത് കൂടുതൽ ചെയ്യും തോറും നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. യെസ് ഓർ നോ? എത്ര പേരുണ്ട് ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ഡു യു അഗ്രി വിത്ത് മീ? ചെയ്തിട്ടുള്ള ആൾക്കാർ ഒന്ന് അഗ്രി വിത്ത് മീ. നിങ്ങൾക്ക് ഇത് കിട്ടിയത് ഒരു വലിയ ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? വലിയ ഒരു ടൂൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളവരൊന്ന് ഷെയർ ചെയ്യാവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ? അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്, ബുഷൈന പറയുന്നു. യെസ്, ബുഷൈന, ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഗുഡ് മോർണിംഗ്. ഞാന് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതുപോലെ എന്റെ സിസ്റ്റർ ഇതിനു മുമ്പുള്ള ഒരു ബാച്ച് ജോയിൻ ചെയ്തിട്ട് കോഴിക്കോടുള്ള ഇതുപോലെ ഒരു മീറ്റപ്പിലേക്ക് എന്നെ ഒരു കമ്പനിക്ക് വിളിച്ചതാ.
സാറിന്റെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കാണാറുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിരുന്നു. അപ്പൊ ഏതായാലും അവളെ കൂടെ ഒന്ന് കമ്പനിക്ക് പോവാന്ന് വിചാരിച്ചിട്ട്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയൂ, ഒന്ന് അടുപ്പിച്ച് പിടിക്കോ. ഹലോ, അവളുടെ കൂടെ ഒന്ന്. ഹലോ, കേൾക്കാണ്ടോ സാറ്? കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. കേൾക്കുന്നുണ്ട്. കേൾക്കാനുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ അവളുടെ കൂടെ ഒരു വെറുതെ ഒരു രസത്തിന് പോവാ. ഇനിയിപ്പോ എങ്ങനെയാ ഫുൾ ഡേ അവിടെ ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാ പോയേ. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു സ്പാർക്ക് ഫീൽ ചെയ്തത്. എന്തോ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഇതിലുണ്ട് എന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നി എന്താ വെച്ചാ ഇതിന്റെ ക്യാഷ് അല്ല ഇതിന്റെ മെയിൻ. കാരണം നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു 10,000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ഡ്രസ്സ് വാങ്ങണ പൈസ ഉള്ളൂ. ഈ ഡ്രസ്സ് വാങ്ങുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണല്ലോ. അവര് നമ്മളോട് നല്ലതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആ ഡ്രസ്സ് വാങ്ങുന്നത്. അപ്പോ നമ്മുടെ സ്വഭാവം നന്നായാൽ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മളെ കൂടി സന്തോഷാവണ കാണുമ്പോ നമുക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോ ഇതിൽ എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതില് ചേർന്നത്. ഇപ്പോ 10 ഡേയ്സ് ക്ലാസ് കഴിഞ്ഞ്, ആ 10 ഡേയ്സ് എന്ന് പറയേണ്ട ഒരു 3 ദിവസം ഒക്കെ ആയപ്പോ തന്നെ എനിക്ക് ഭയങ്കര മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു തിരിച്ചറിവ്, സാറാ പറഞ്ഞ അവയർനെസ് അത് ഫുള്ളായിട്ട് കൊണ്ടുവന്നു. പിന്നെ EFT കുറേശ്ശെ ശരിക്കും ഇങ്ങനെ അതിന്റെ ഒരു ഡെപ്തില് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഭയങ്കരമായിട്ട് മാറ്റമുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ സാറിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആളുകളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഭയങ്കര റിബലായി പോയി. ആരെയും പർട്ടിക്കുലർ ആൾക്കാരെ എന്നല്ല, എല്ലാരും എന്റെ ശത്രുക്കളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്ന പോലെ. അപ്പൊ എനിക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്തും ഒക്കെ പോയി. പക്ഷെ അവിടൊക്കെ അതേപോലെ ഒരു സെഷന് 1,500-2,000 രൂപ ഒക്കെ ചെലവാകും. എന്നിട്ട് ഇങ്ങനെ പോരുക. അതിനേക്കാളൊക്കെ എത്രയോ നല്ലതല്ലേ ഈ ഒരു അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഈ കാശ് വളരെ കുറവാണ്. സാറ് പറയുന്ന കാശ് അങ്ങനെ കൊണ്ടുവരുമ്പോ വളരെ കുറവാണ്. കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാല് ഞാൻ ആ ഒരു ദിവസത്തിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിപ്പോ എന്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, കൊടുത്ത കാശ് മുതലായിട്ടോ. അപ്പൊ എനിക്ക് ഇതിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ പോയിട്ട് അത് അറ്റൻഡ് ചെയ്യുക. ഒന്നുകിൽ ആ ഒറ്റ ദിവസത്തിന് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഫുൾ കോഴ്സിന് ചേരുക. അത് സാറിന്റെ ടീമും കൂടി ചെയ്യുന്നത് വലിയൊരു ഹെൽപ്പാണ്. നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഒരു അവസരം അവരുണ്ടാക്കി തന്നത്. അത് ശരിക്കും നമ്മള് സാറ് പറയുന്ന പോലെ ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്ത അതുകൊണ്ടാന്ന് തോന്നുന്നു. നമുക്ക് മനസ്സിൽ നന്നാവണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ബുഷൈനയുടെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ബുഷൈന എന്താ വെച്ചാൽ നമ്മളെ, എനിക്ക് തോന്നുന്നു അഷ്നയുടെ കൂടെയാണ് വന്നത് അല്ലെ? അഷ്നയുടെ കൂടെയാണ്. സുബൈനയുടെ കൂടെയാണ് വന്നത്. സുബൈനയുടെ കൂടെയും ആണ് വന്നിട്ടുള്ളത്. അപ്പൊ സുബൈന അതേപോലെ നമ്മുടെ ഇതിനു മുമ്പ് വേറെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മൈൻഡ് പവർ എന്ന് പറഞ്ഞിട്ട്. സുബൈനക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. സുബൈന അറിയുതേ? അവള് ഇതിലില്ലാന്ന് തോന്നുന്നുണ്ട് സാറേ. സുബൈന ഉണ്ട്, ഇവിടെ ഉണ്ട്, ആളുണ്ട്, ഇല്ലാണ്ടിരിക്കില്ല. സുബൈനയാണ് നമ്മളെന്ന് വെച്ചാൽ ആദ്യം പ്രോഗ്രാമിലേക്ക് വരുന്നത്. അങ്ങനെ സുബൈനയുടെ ഹസ്ബൻഡും അതേപോലെ തന്നെ ബുഷൈനയും ഒക്കെ ആയിട്ട് അവര് വന്നു. അങ്ങനെ സിസ്റ്ററാണ് ബുഷൈന. എനിക്ക് എന്റെ ഉമ്മനെയൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടികളെ നോക്കാനും ഉമ്മേന്റെ അടുത്ത് ഏൽപ്പിച്ച കാരണമാണ് എനിക്ക് ഉമ്മനെ കൊണ്ടുപോകാൻ പറ്റാതിരുന്നത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി കാലിക്കറ്റ് വരുമ്പോ എന്തായാലും ഉമ്മനെ കൊണ്ടുവരണമെന്നുണ്ട്. ഇപ്പൊ കൊച്ചിയിലേക്ക് ഇപ്പൊ എനിക്ക് അറിയില്ല, ഞാൻ എങ്ങനെയും ഉമ്മാനൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഞാന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വേറെ കുറെ റിലേറ്റീവ്സിന് ഈ ക്ലാസ് അയച്ചു കൊടുത്ത് EFTനെ കുറിച്ച് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവര് മുഖേന അവരെ ഉമ്മാനും കൂടെ കൊച്ചിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്റെ ഉമ്മ ഓൾറെഡി ഇപ്പൊ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ താങ്ക് യു സോ മച്ച്. സാർ, നല്ല റിസൾട്ട് ഇല്ലേ? സംശയം ആ ഒരു നല്ല സംശയം കൂടി ഉണ്ട്. റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് അവരിലൊക്കെ ഹലോ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ്. ഹലോ, യെസ്, ചോദിച്ചോളൂ ഉമർ ഈ ഖാൻ. ഉമർ ഖത്താബ്. രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. രജിസ്ട്രേഷന്റെ കാര്യം. രജിസ്ട്രേഷൻ വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ ചാറ്റിലൂടെ കണ്ടില്ലേ, നമ്പർ ഉണ്ട്. ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഗൂഗിൾ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ പേ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് 8086880775. അപ്പൊ ഓഗസ്റ്റ് 15 പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ ഈ ബുധനാഴ്ചക്കുള്ളിലായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1499 രൂപ പേ ചെയ്താൽ മതി. അല്ലെങ്കിൽ 2200 രൂപയാണ് പ്രോഗ്രാമിന്റെ ഫീ വരുന്നത്. അപ്പോൾ ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാം. ഇന്ന് തന്നെ ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്യാം. പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് നമ്മൾ ഈ പ്രോഗ്രാം കൊച്ചിയിൽ വെച്ച് തന്നെ കാലിക്കറ്റിൽ ഒരു ആർക്ക് വേണമെങ്കിലും അവിടെ നിന്ന് പങ്കെടുക്കാം. ഇത് വെക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ തൃശ്ശൂരുള്ളവരുണ്ട്, പാലക്കാടുള്ളവരുണ്ട്, അതേപോലെ തെക്കൻ ഭാഗത്തേക്ക് ഉള്ള ഒരുപാട് പേരുണ്ട്. നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വരാൻ കഴിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. എറണാകുളം അല്ലെങ്കിൽ കൊല്ലം, പത്തനംതിട്ട, കൊച്ചി, ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം, ഇടുക്കി. സാർ, എത്ര മണിക്കാണ് സ്റ്റാർട്ടിങ്? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ 9 മണിയാകുമ്പോഴേക്കും അവിടേക്ക് എത്തുക, സ്പോട്ടിലേക്ക് എത്തുക. ഒരു 9 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി നമ്മളൊരു 10 മണിയോടുകൂടി പ്രോഗ്രാം 9:30 പ്രോഗ്രാം എന്ത് ചെയ്യും, സ്റ്റാർട്ടായി തുടങ്ങും. സോ യു ഹാവ് ടു ബി ദർ അറ്റ് 9 o'clock. 9 o'clock നിങ്ങൾ അവിടെ മറ്റേ സ്ക്രീനെ ഒന്ന് അവിടെ അയക്കും. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല. ഓക്കെ, സ്ക്രീൻഷോട്ട് ലൈക്ക് ഇതാണ് ടെക്സ്റ്റ് ഇതാ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യാം. ടീം മെമ്പർ ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ? യെസ്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ടേക്ക് ദാറ്റ് സ്ക്രീൻഷോട്ട്. ഓക്കെ, ചാറ്റിൽ വന്നിട്ടുണ്ട്. ചാറ്റിൽ എടുത്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് എന്താ വെച്ചാൽ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്യൂ. എന്നിട്ട് എന്താ വെച്ചാൽ വരും. കാരണം ഈ ഒരു പേയ്മെന്റിൽ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ കഴിയുന്ന പരമാവധിയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, വരിക, പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കാരണം ഒരു ദിവസത്തെ ആ ഒരു സെഷനിലോട് കൂടി തന്നെ ഒരുപാട് ആൾക്കാർക്ക് ചേഞ്ചസ് ഉണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്, ബുഷീനയുടെ കാര്യം പറയും. ബുഷീന നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ വരുന്നു. സുബൈന പറഞ്ഞിട്ടാണ് വന്നത്. ഓക്കെ, പ്രോഗ്രാമിൽ ഇരിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, എന്തോ ഒരു സ്പാർക്ക് കണക്ട് ആവുന്നു, കിട്ടുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരും. ഓക്കെ, അന്ന് വൈകുന്നേരം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് വരുന്നു, സാർ ആ പ്രോഗ്രാമിന് എനിക്ക് രജിസ്റ്റർ ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? അതായത് അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നേരെ പേയ്മെന്റ് അടക്കാനുള്ള ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ തന്നെ എന്താ വെച്ചാൽ അവർ രജിസ്റ്റർ ചെയ്യുന്നു. ദാറ്റ്സ് ഹൗ യു മേക്ക് ഡിസിഷൻസ്. നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതോടുകൂടി ചേഞ്ച് സംഭവിക്കുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ, ബുസൈന, ഹൗ ഡു യു ഫീൽ? ബുസൈനൊക്കെ ഉള്ള ഒരു പ്രോബ്ലം പറഞ്ഞു കേട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു പ്രോബ്ലം ആണ്. അതായത് എല്ലാവരും, അതായത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളോട് വെറുപ്പ്, അല്ലെങ്കിൽ വേദനിപ്പിച്ച ആൾക്കാരോട് വെറുപ്പ്, വല്ലാണ്ട് പെയിനിലൂടെ നമ്മൾ കടന്നു പോയിട്ട് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ഉണ്ടാവുക, നെഗറ്റിവിറ്റിയും സങ്കടവും വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും അടങ്ങിയിട്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ, നമുക്ക് റിബലായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മളുടെ യഥാർത്ഥ മാസ്കുലിൻ ആൻഡ് ഫെമിനൈൻ എനർജിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു, എപ്പോഴും എല്ലാവരും പേടിക്കുന്ന, അല്ലെങ്കിൽ ആരും വിശ്വാസമില്ലാത്ത, എല്ലാവരുടെയും ശത്രുക്കളുടെ എണ്ണം കൂടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ് രീതി ആയിരിക്കാം, അതല്ലെങ്കിൽ ജനറേഷൻ ലെവലിലുള്ള ട്രോമകളായിരിക്കാം, അതുമല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ, കൈപ്പേറിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നായിരിക്കാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് അറിയാതെ നമ്മളിലേക്ക് ഡെവലപ്പ് ആകുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ്, ഒരു പേടിയാണ്. നമ്മൾ പാവങ്ങളാണ്. നമ്മൾ വളരെ നിഷ്കളങ്കരാണ്, വളരെ നന്മ മനസ്സുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് വല്ലാണ്ട് വേദന വല്ലാണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ചതി അനുഭവിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഒഴിവാക്കലുകൾ, ഇഗ്നോറൻസ് അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം ഫോർ അസ്. അങ്ങനെ നമ്മൾ വീക്കായി ആ വേദനയിൽ നമ്മൾ വല്ലാണ്ട് ജീവിക്കും. അതിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് എന്താ വെച്ചാൽ EFT എന്ന് പറയുന്ന മെത്തേഡ്. അങ്ങനെ ബുഷീന ഈ ഒരു, അപ്പൊ നമ്മളിങ്ങനെ വല്ലാണ്ട് വേദനയിലൂടെ അനുഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് എന്ത്, ഒന്നുകിൽ നമ്മൾ എന്താ വെച്ചാൽ ആരെയും വിശ്വാസമില്ലാത്ത, എല്ലാവരോടും ലൈക്ക് ദേഷ്യമുള്ള, എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും ഒരു പേടിയോടുകൂടി കാണുന്ന, ട്രസ്റ്റ് ഇല്ലാത്ത, സ്നേഹിക്കാൻ കഴിയാത്ത, നമുക്ക് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി എത്തിച്ചേർന്ന ഒരാളായിരുന്നു വെച്ചാൽ ബുഷൈന. ആ ഒരു അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുന്നു, ടാപ്പ് ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു. അപ്പൊ ബുഷൈന എന്ന് വെച്ചാൽ തിരിച്ചറിഞ്ഞു, ഐ നീഡ് ടു ഹെൽപ്പ് മൈസെൽഫ്. എനിക്ക് വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ള അവസരമാണ് എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു, പ്രോഗ്രാമിലേക്ക് വരുന്നു, ടാപ്പ് ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു. 3-4 ദിവസം കൊണ്ട് തന്നെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആകുന്നു. ടാപ്പ് ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ചേഞ്ചസ് സംഭവിക്കുന്നു. സോ
ആ ചേഞ്ച് സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എന്താ വെച്ചാൽ ഉഷേനെ സംബന്ധിച്ചിടത്തോളം എത്തിയിട്ടുള്ളത്. അപ്പം ആ എക്സ്പീരിയൻസ് ആണ് അവരോട് പറഞ്ഞത്. അവരുടെ ഭർത്താവ് പറഞ്ഞതെന്ന് വെച്ചാല് കൊടുത്ത ക്യാഷ് മുതലായിട്ടോ ആദ്യം പറയാൻ പോകുന്ന ഒരു കാര്യം അതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. കാരണം നമ്മളുടെ ഇമോഷൻസ് കാരണം, നമ്മളുടെ ഈ ഒരു അവസ്ഥ കാരണം, വിഷമം കാരണം, സങ്കടം കാരണം, ബുദ്ധിമുട്ട് കാരണം, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആരനുഭവിക്കാം? നമ്മുടെ വളരെ ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ജീവിത പങ്കാളിയാണ്. നമ്മുടെ ദേഷ്യം കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ആരോ നേരത്തെ ചോദിച്ചു ദേഷ്യം കുറയുമോ എന്ന്, അല്ലെ? ശരിയല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഈ ദേഷ്യം കൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആരാ? വീട്ടുകാരല്ലേ? ഷെഫിൽ പറയുന്നു അൺബിലീവബിൾ ടൂൾ ആണെന്ന് പറയുന്നു. ഷെഫിൽ നമ്മുടെ പ്രോഗ്രാം ചെയ്ത ആളാണ്. സോ ലൈക്ക് ആരോട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെ, ദേഷ്യം കുറയുന്നു. വൈശാഖ് ചോദിച്ചു, വടകരയിൽ നിന്നാണ്. സോ കാലിക്കറ്റിൽ നിന്നാണെങ്കിലും നമ്മുടെ കൊച്ചി പ്രോഗ്രാമിലേക്ക് വരൂ, നമുക്ക് രസകരമായിട്ട് ഒരു യാത്ര നടത്താം. എന്നിട്ട് എന്താ വെച്ചാല് കൊച്ചി പ്രോഗ്രാമിലേക്ക് എത്താം. പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്താ വെച്ചാൽ അവസരം ഉപയോഗപ്പെടുത്തുക. സോ കം ടു ദ പ്രോഗ്രാം, കൊച്ചി പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാൻ വരിക. എന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ ആരെങ്കിലും ഇതിനു മുന്നേ EFT ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ വരാൻ. വന്നിട്ട് എന്താ വെച്ചാൽ EFT ചെയ്തിട്ടുള്ള ആൾക്കാർക്കും വരാൻ. വന്നിട്ട് എന്താ വെച്ചാൽ ആർക്കും പങ്കെടുക്കട്ടോ, വരാം. ആ എനർജി ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമ്മളെന്ന് വെച്ചാൽ മീറ്റപ്പ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. കാരണം തീരെ EFT പരിചയപ്പെടാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടാം. അതേപോലെ തന്നെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യാം, എനർജി ബൂസ്റ്റ് ചെയ്യാം. നിങ്ങൾ അവയർനെസ് വർദ്ധിപ്പിക്കാം. വീണ്ടും ആ കണക്ഷൻ റീകണക്ട് ചെയ്യാം. Come to the program and change your life completely. So come to the program. EFT പ്രോഗ്രാമിലേക്ക് എന്ന് വെച്ചാൽ August 11 കേട്ടോ, മറക്കരുത്. ദേഷ്യം വർക്കിംഗ് പ്ലേസിലാണ് പറയുന്നത്. ബോസിനോട് മാത്രം സ്വഭാവം പിടിക്കുന്നില്ല. സോ അത് ഹീൽ ചെയ്യാനുണ്ട്. ഇപ്പൊ ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് ബോസിന്റെ അടുത്ത് പറയല്ലോ, വർക്കിംഗ് പ്ലേസിലാണെന്ന് പറഞ്ഞു നിങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് വർക്കിംഗ് പ്ലേസിലെ ഇഷ്യൂ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ വർക്കിംഗ് പ്ലേസിലുള്ള ബോസിനോടുള്ള ഇഷ്യൂ ക്യാരി ചെയ്ത് ഓട്ടോമാറ്റിക്കലി ചെറിയ കാര്യത്തിന് പോലും നമ്മുടെ ജീവിത പങ്കാളിയോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഇറിറ്റേറ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അവിടെ കൊണ്ട് തീരുന്നില്ല. ബോസിനോടാണ് ദേഷ്യം, അവിടെ കൊണ്ട് തീരുന്നില്ല. ആ ദേഷ്യം നമ്മൾ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഹീൽ ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അസുഖമായിട്ട് മാറി വരും ഭാവിയിൽ. കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ബോഡി മെറ്റാബോളിസത്തെ ബാധിക്കും. കാരണം നിങ്ങൾക്ക് ആ ദേഷ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, സ്ട്രെസ് ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? സോ നിങ്ങൾ എന്താ വെച്ചാൽ വേണ്ടത് എന്ന് വെച്ചാൽ കൊച്ചി പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ മൈൻഡ് ബോഡി കണക്ഷൻ എന്ന് പറയുന്ന വിഷയം. എങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വി വിൽ ബി എക്സ്പ്ലെയിനിങ് ദാറ്റ്. എങ്ങനെ നമുക്കെന്താ വെച്ചാൽ നമ്മളുടെ ഈ EFT സംഗതികളിൽ അവയർനെസ് വർദ്ധിപ്പിക്കാൻ പറ്റും, അതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളുണ്ടാവും. സോ കം ടു ദ പ്രോഗ്രാം. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അസുഖങ്ങളിൽ നിന്നും സംഗതികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റും. രാവിലെ മുതൽ ഈവനിങ് വരെ തന്നെ ഹീലിംഗ് തന്നെയായിരിക്കും. കം ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ് വിൽ ചേഞ്ച്. കാരണം EFT എന്ന് പറയുന്ന ടൂൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ മായാവിയുടെ കയ്യിൽ ഒരു മാന്ത്രിക വടി ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ് EFT. എനിക്ക് EFT കാണുന്നത് അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് എ മാജിക് ബാൻഡ്. ലൈക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വെച്ചാൽ ജസ്റ്റ് അത് ആ ടൂൾ എടുക്കുക, ഹീൽ ചെയ്യുക, അതിൽ നിന്ന് ഫ്രീ ആവുക. ടൂൾ എടുക്കുക, ഹീൽ ചെയ്യുക, ഫ്രീ ആവുക. അസുഖം വരുന്നുണ്ട്, ബുദ്ധിമുട്ടുക, ടൂൾ എടുക്കുക, ഹീൽ ചെയ്യുക. അലർജി, ടൂൾ എടുക്കുക, ഹീൽ ചെയ്യുക, ഫ്രീ ആവുക. ലൈക്ക് അഡിക്ഷൻസ് ഉണ്ട്, ടൂൾ എടുക്കുക, ഹീൽ ചെയ്യുക. ലൈക്ക് മൈഗ്രെയിൻ ഉണ്ട്, ടൂൾ എടുക്കുക, ഹീൽ ചെയ്യുക. ലൈക്ക് യു ഹാവ് ദിസ് ടൂൾ ആൻഡ് യു കൻ യൂസ് ടു ലിറ്ററലി എനിത്തിങ് ആൻഡ് എവറിത്തിങ്. And you free from it, you always in a good feel, high energy, positive energy, feel good, changing your life, and you're growing, you're planning, you're like, you can do anything. Because നമ്മുടെ ഒക്കെ അധികം ആൾക്കാരുടെ പ്രോബ്ലം നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് നമ്മുടെ പ്രോബ്ലം. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഡൗൺ ആകുമ്പോൾ നമ്മൾ വീക്ക് ആവുന്നു. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഫിക്സ് ചെയ്യാനുള്ള ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ EFT എന്ന് പറയുന്ന ടൂൾ. സോ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. യു ആർ ഇമോഷണലി ഫ്രീ ഫ്രം ഓൾ ദ ഇമോഷൻസ് and you are calm and you are cool, you are positive, good, you can do anything. ആ ഒരു വ്യക്തിക്ക് എന്താ വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്തിട്ട് പോകാൻ പറ്റും. The thing is you allow yourself to heal. നിങ്ങളെ അലോ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. Any questions? If you have any questions, so മീറ്റപ്പിലേക്ക് എന്തായാലും വരിക.
ഇന്നിപ്പോ morning, നമ്മൾ sir. ടാപ്പ് ചെയ്തതുപോലെ എന്താ വെച്ചാൽ ഓക്കെ യെസ് പറഞ്ഞോളൂ. ബിന്ദു Good കൃഷ്ണൻ morning, sir. പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു കോഴ്സാണ്. പറഞ്ഞു സോറി പാർട്ടിസിപ്പന്റ് ആണ്. എന്താണ് എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. 10 ദിവസം നമ്മുടെ കോഴ്സ്. ഞാൻ കിച്ചണിലാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കുകയാണ്. ഓക്കെ ശരി പറഞ്ഞോളൂ. ഞാൻ ഈ കോഴ്സ് 10 ദിവസം ചെയ്ത ആളാണ്. അതിന്റെ വെളിച്ചത്തിൽ പറയാണ്, ഇതിൽ ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആരും മടിച്ചു നിൽക്കരുത്, ധൈര്യമായിട്ട് മുന്നോട്ട് വരൂ, ധൈര്യമായിട്ട് ചേർന്നോളൂ. കാരണം ഇത് ഒരു ഗ്രേറ്റ് വെപ്പൺ ആണ് ജീവിതത്തിൽ. എപ്പോഴും നമുക്കൊരു ധൈര്യം, കാരണം എനിക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമാണ്. ഇങ്ങനെ ഒരു കയ്യിൽ എന്താ പറയുക, ഒരു നിധി കയ്യിലുള്ളത് പോലെയാണ് ഇപ്പൊ ഉള്ളത്. കാരണം എനിക്ക് ശരിക്കും ഇപ്പം വേറെ ഒന്നും നേടുന്നതിനേക്കാളും കൂടുതൽ ശരിക്ക് നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, മാനസികമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ എന്തിനായിട്ടും കാര്യമില്ലല്ലോ. എനിക്ക് ഭയങ്കര സ്ട്രെസ്, ഭയങ്കര സമാധാനക്കുറവൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനമായിട്ട് എന്നോട് തന്നെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാനും എന്നെ തന്നെ സ്നേഹിക്കാനും അതിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത്. കാരണം നമുക്ക് മറ്റുള്ളവരോടൊക്കെ എപ്പോഴും ഈ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ട്. കാരണം അത് നമ്മളോട് തന്നെ നമുക്ക് സെൽഫ് ലെവൽ ഇല്ലാഞ്ഞിട്ടാന്നുള്ളത് പിന്നീട് സാറിന്റെ ക്ലാസ് ഇട്ടിപ്പാണ് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും സ്ട്രെസ്സും അസുഖങ്ങളും വരുന്നത് ഈ ക്ലോട്രീസോൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് ക്ലാസ്സിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റി. ട്രോമാസ് കാര്യങ്ങള്, അങ്ങനെ ഒരു പിടി അറിവുകൾ, വിശാലമായ അറിവുകളാണ് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. EFT മാത്രമൊന്നുമല്ല സാറ് തരുന്നത്. EFTക്ക് നമ്മൾ ക്ലാസ്സിന് പോയാല് നമുക്കൊരു വലിയൊരു വിഭവം തന്നെയാണ് കിട്ടുന്നത്. അത്രയ്ക്കും, കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഓരോ കാര്യങ്ങൾ കൂടെയും പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നോ, ഇതൊന്നും അറിയാണ്ട് മരിച്ചു പോവായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കാണ്. എന്തൊരു എത്രയും ലക്കിയാണ്. കാരണം ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല അതിന് എത്താൻ പറ്റും, ക്ലാസ്സിന് കയറാൻ പറ്റുമെന്നൊന്നും. അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് അപ്പൊ നമ്മൾ പോസിറ്റീവായ ആളുകളിലേക്ക് എത്തപ്പെടുന്ന പറഞ്ഞതുപോലെ ഞാൻ എത്തപ്പെട്ടതാണ്. ആരോ ഉരുണ്ട് മറിച്ച് അവിടേക്ക് എത്തിപ്പെട്ടതുപോലെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. എങ്ങനെ എത്തിപ്പെട്ടു അറിയില്ല. സാറിനെ എനിക്കിങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഒരു വീഡിയോ കാണുന്ന ഒരു അറിവേ ഉള്ളൂ. പക്ഷെ അവിടെ ഞാനിങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി സാറിനൊന്ന് നേരിട്ടൊന്ന് ഇത്രയും എനർജി വീഡിയോ കൂടെ ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ടാൽ എന്തായിരിക്കും സാറിന്റെ ക്ലാസ്. കാരണം കണ്ടപ്പോ സൂപ്പർ ക്ലാസ് ആണ്. അത് എങ്ങനെ വിലയിരുത്താൻ വാക്കുകൾക്ക് അതീതാണ്, പറയാൻ പറ്റില്ല. കാരണം സാറ് തരുന്ന ക്ലാസ് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ ഹൃദയം കൊണ്ടാണ് സാറ് ക്ലാസ് തരുന്നത്. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്, ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതൊട്ടും ശരിക്കും എന്താ പറയാ, ഒട്ടും നമുക്ക് ഒഴിവാക്കാനില്ല. ഓരോ പോയിന്റ്സ് പോലും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ ഓരോ ക്ലാസ്സിൽ കൂടെ പോകുന്നതുകൊണ്ട് ഇപ്പൊ തന്നെ ആ ക്ലാസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ എനിക്ക് ഞാൻ ഫീസൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അടച്ചത്. കാരണം ചേരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സാറിന് തന്ന ആ ധൈര്യം, ആത്മവിശ്വാസം, അങ്ങനെ ഞാൻ എഴുതി വെച്ചു. അതേപോലെ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യാഷ് ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ എങ്ങനെ എനിക്ക് ക്യാഷ് അടയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്യാഷിന് 10,000 ആണെങ്കിൽ പോലും നഷ്ടമല്ല. വളരെ തുച്ഛമായ ക്യാഷിനാണ് സാറ് ഇപ്പോ ഈ ഓഫർ പ്രൈസിൽ ഞങ്ങൾക്ക് ക്ലാസ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മീറ്റപ്പ് വലിയൊരു അനുഭവമായിരിക്കും കേട്ടോ. എന്നേക്കും നമുക്ക് ഒരു മെമ്മറീസ് ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അത്രയ്ക്കും ചേഞ്ച് ആണ് ഉണ്ടായത്. എന്റെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടായത്. എല്ലാവരെയും മനസ്സിലാക്കാനും എന്നെ തന്നെ മനസ്സിലാക്കാനും എനിക്ക് പറ്റുന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ബിന്ദു മാം. ലൈക്ക് വളരെയധികം സന്തോഷം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ആളാണ്. അവരുടെ ഫീഡ്ബാക്കുകൾ നിങ്ങൾ കണ്ടിട്ടാണ്. നമ്മുടെ EFT ആദ്യത്തെ മീറ്റപ്പിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരാളാണ്. ആക്റ്റീവായിട്ട് ലിസൺ. കാരണം ലൈഫ് രക്ഷപ്പെടും. അത്രയ്ക്കും പെയിനിൽ കടന്നു പോവാണ്, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവാണ്, വിഷമത്തിലൂടെ കടന്നു പോവാണ്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇവരൊക്കെ എന്തായാലും രക്ഷപ്പെടും ലൈഫിൽ, ഇവരെന്തായാലും ഇവരുടെ വിഷയങ്ങൾ. കാരണം അത്രയ്ക്കും ക്യൂരിയോസിറ്റിയാണ്, ലൈക്ക് അത്രയ്ക്കും താല്പര്യമാണ്, അത്രയ്ക്കും പാഷനാണ് ലൈഫ്. കാരണം ലൈഫ് കുടുങ്ങിയിട്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടേ, അത്രയ്ക്കും പെയിനിൽ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പെയിൻ കടന്നു പോകുന്നുണ്ടോ? ഞാൻ പറയുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ പെട്ടെന്ന് രക്ഷപ്പെടുക. നമ്മളുടെ മറ്റൊരു ലൈക്ക് ഓരോ പ്രോഗ്രാമിലും നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവരിൽ പല ആൾക്കാരും ഇപ്പൊ വന്നിട്ടില്ല. സോ ഇവരൊക്കെ എന്താ വെച്ചാല് അവരുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക് അവർ വന്നിട്ട് അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരിൽ ആ റിസൾട്ട് ഉണ്ടാകുമ്പോൾ വലിയ ഹാപ്പിനെസ്സിലേക്ക് എന്താ വെച്ചാല് അവരെത്തുന്നു. അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളുടെയൊക്കെ ലൈഫിൽ എന്താ വെച്ചാൽ റിസൾട്ട് ഉണ്ടാവട്ടെ. EFT എന്ന് പറയുന്ന ഈ ഒരു ടൂള്, ഈ ഒരു സംഗതി നിങ്ങൾ പഠിച്ചെടുക്കുക. നമ്മുടെ 20-ാം തീയതി നമ്മളുടെ ഇതിന്റെ മെയിൻ വലിയ കോഴ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ അടുത്ത ബാച്ച് 20-ാം തീയതി. 11-ാം തീയതി ഒരു 1 ഡേ പ്രോഗ്രാം വരുന്നു. അപ്പൊ 11-ാം തീയതി വരുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്തായാലും എത്തുക, മറക്കരുത്. സോ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ലഭിക്കുകയാണ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾ അനുഭവിക്കുക. കൊച്ചിയിലാണ് വരുന്നത്. കൊച്ചിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്.
So come to the program, experience the event, and let's change. Okay, let's change for the better. Let's help each other. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആ പ്രോഗ്രാം അവിടെ വെച്ചത്. അപ്പം ഒരുപാട് ആൾക്കാർ കാലിക്കറ്റിൽ എത്താൻ കഴിയാത്ത ആൾക്കാർ എന്തായാലും എത്തണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കൊച്ചിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് അങ്ങോട്ട് വിട്ടോ, അവരെ തള്ളി വിടുക പ്രോഗ്രാമിലേക്ക്. ഓക്കെ, മറക്കരുത്, ഇൻവൈറ്റ് ദം, ഹെൽപ്പ് ദം. അവരുടെ ഇഷ്യൂസ് മാറ്റാൻ വേണ്ടി നമുക്ക് അവരെ സഹായിക്കാം. സോ മറക്കാതെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മെസ്സേജ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ യേശും വർക്കിംഗ് പ്ലേസിലാണ്, ബോസിനോട് മാത്രം സ്വഭാവം പിടിക്കുന്നില്ല. വൈശാഖ്, ഡോണ്ട് വെറി, അത് നമുക്ക് ടാപ്പ് ചെയ്തിട്ട് ഹീൽ ചെയ്യാം. വൈശാഖ് ഇവിടെ സ്ഥലം വടകരയാണ് പറഞ്ഞല്ലേ? സോ ഡോണ്ട് വെറി, കം ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് വരൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. സൂപ്പർ ക്ലാസ്, വെരി ഗുഡ്. സോ ഒരാളും വറീഡ് ആവേണ്ട, വിഷമിക്കേണ്ട, ഇതൊക്കെ ക്ലിയർ ചെയ്യും. വൈശാഖ്, നിങ്ങൾ ബോസിനോട് നല്ല രീതിയിലേക്കുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബോസ് നിങ്ങളോട് പെരുമാറുന്നത് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. എനിക്ക് പറയാനുള്ളത്, കം ടു ദ പ്രോഗ്രാം. ഓക്കെ, come to the program and experience it and change it, and you will love it. It's amazing. I know that because I've been doing this like, last 10 to 15 years ആയിട്ടെന്ന് വെച്ചാൽ, ഏകദേശം 14 years ആയിട്ട് നമ്മൾ ഈ ഒരു കോച്ചിങ് ആൻഡ് ഇൻഡസ്ട്രി മേഖലയിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ബിന്ദു മാം പറഞ്ഞില്ലേ, അവര് പറഞ്ഞല്ലോ, എന്താണ് ബിന്ദു മാം നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും എന്തെല്ലാം അറിവുകളാണ്, ഇത്രയും കാര്യങ്ങൾ. ഒരു EFT ടൂള് മാത്രമല്ല, EFT ടൂള് മാത്രം അറിഞ്ഞാൽ പോലെ, EFT ടൂളിന്റെ കൂടെ അറിയേണ്ട കുറെ അറിവുകൾ, അതും കൂടെ അറിയുമ്പോഴാണ് എന്താ വെച്ചാൽ നമുക്ക് നമ്മളെന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യപ്പെടും, ചേഞ്ച് സംഭവിക്കും. ക്ലിയർ ആണോ? ആ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹെൽത്തിന് വേണ്ട അറിവുകൾ നമുക്ക് വേണം, നമ്മളുടെ പെയിനിന്റെ സംഗതികളുമായി ബന്ധപ്പെട്ട അറിവ് വേണം, ട്രോമ ഹീലിംഗുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വേണം, അതേപോലെ തന്നെ നമുക്കെന്ന് വെച്ചാൽ അഡിക്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വേണം, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വേണം, ഗോൾസ് സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിവ് വേണം. ഇതെല്ലാം കൂടെ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ ഇറ്റ് ജസ്റ്റ് ചേഞ്ചസ് യു ലൈക്ക് എനിത്തിങ്. അതിലേക്ക് ഈ EFT ഇങ്ങോട്ട് മിക്സപ്പ് ചെയ്തിട്ട് ടൂൾ ഇട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം വിച്ച് വിൽ ട്രാൻസ്ഫോം യുവർ ലൈഫ് കംപ്ലീറ്റ്ലി ആൻഡ് യു ഗെറ്റ് ഓൺ യുവർ ട്രാക്ക്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. കം ടു ദ പ്രോഗ്രാം, ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. ദിസ് ഇസ് അമേസിംഗ് ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഡു ദിസ് ഫോർ യു ഗൈസ്. Anita ma'am, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി മോളുടെ കാര്യം? എന്തായി? Is there anything happened, like, what is the progress? ഹലോ, യെസ് പറഞ്ഞോ. ഹലോ സാർ, ഞാൻ മീറ്റപ്പിന് എന്തായാലും പങ്കെടുക്കുന്നതായിരിക്കും. കൊച്ചി ഹലോ സാർ. വരുന്നുണ്ട്? വരുന്നുണ്ട്, എന്തായാലും പങ്കെടുക്കും. മോളിപ്പോ കുറച്ച് ബസ്സിലാണ്, അവളെ എങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൂട്ടിക്കൊണ്ട് വരണം. അവള് പറയണ എനിക്കൊന്നും ഇനി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഇല്ല, കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് കൊച്ചിയിലേക്ക് ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും. എനിക്ക് എന്തായാലും മാറ്റം വേണം. കാരണം അവള് നല്ലൊരു കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. എന്തായാലും ഒരു സംശയം പേടിക്കണ്ട കേട്ടോ. നമുക്കെന്താ വെച്ചാൽ നേരിട്ട് ഇപ്പൊ മീറ്റ് ചെയ്യാനും സംഗതികളും കഴിയാത്ത പ്രശ്നമായതാണ്. അത്രയ്ക്കും വർക്കും കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ വറീഡ് ആവണ്ട, മോളെ നമുക്ക് രക്ഷിക്കാം. സാറിന്റെ കയ്യിലല്ലേ ഉള്ളത്, എനിക്കൊരു പേടിയില്ല. എന്തായാലും എത്തി മാറ്റം സംഭവിച്ചിരിക്കുന്നു. വിഷയം എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അനുജ് ആ ക്ലാസ്സിൽ പങ്കെടുത്തു വെറുതെ. ഫജ്രി പറയുന്നു ഫജ്രി എന്താ പറയുന്നത്? മോർണിംഗ് എഴുന്നേൽക്കാൻ മടിയാണ്, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. ഫജ്രി പേര് കേട്ടാൽ തന്നെ അറബിയിൽ ഫജർ, പ്രഭാതം എന്ന അർത്ഥമുള്ള പേരാണ് തോന്നുന്നത്, എനിക്കറിയില്ല. എനിവേ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഫജ്രിയുടെ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ? വറീഡ് ആവണ്ട, പ്രോഗ്രാമിലേക്ക് വരിക, ഞാൻ പഠിപ്പിച്ചു തരാം. മെത്തേഡ് എന്ന് വെച്ചാൽ അവസരങ്ങൾ എപ്പോഴും വരില്ല, മുൻപിലൂടെ കടന്നു വരുമ്പോൾ ചാടി പിടിക്കുക. അതാണ് ബിന്ദു മാം പറഞ്ഞത്. ബിന്ദു മാം നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് പഠിച്ച പോയിന്റ് ആണ് കേട്ടോ. പ്രോഗ്രാമിൽ വരുമ്പോൾ ചാടി പിടിക്കുക, അവസരങ്ങൾ വരുമ്പോൾ ചാടി പിടിക്കുക. ദാറ്റ്സ് ഇറ്റ്. മോർണിംഗ് എഴുന്നേൽക്കുന്നത് മടിയാണെന്ന് പറഞ്ഞു അല്ലെ? ആ മടി വറീഡ് ആവേണ്ട ആവശ്യമില്ല, അത് നമുക്ക് മാറ്റാം. അത് ഹീൽ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിന്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്താ വെച്ചാല്, അതായത് നിങ്ങളുടെ ഒരു തോട്ട് പാറ്റേൺ ചേഞ്ച് ആയാൽ മതി. നിങ്ങളുടെ പാറ്റേൺ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ വരിക, ഉറപ്പായിട്ട് നമുക്കത് മാറ്റാം. എത്ര ആൾക്കാർക്കാണ് ഇഷ്യൂസ് മാറിയത്? ലൈക്ക് തീരെ എഴുന്നേൽക്കാത്ത ആൾക്കാർ എന്താ വെച്ചാൽ 5 മണിക്ക് 3 മണി 4 മണിക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്ന, ഈവൻ റീസെന്റ് വരെ എനിക്ക് കുറച്ച് മുമ്പ് വരെ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ട്രാക്ക് തെറ്റിയിരുന്നു. കാരണം ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന മോർണിംഗിൽ ക്ലാസ് എടുക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ അതിന് പകരം ഞാൻ കമ്പനിയുടെ മറ്റുള്ള പുറകിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ചൊക്കെ വൈകിയൊക്കെ ഉറങ്ങുന്ന ഒരു സ്വഭാവമൊക്കെ പത്ത് ഇങ്ങനെ ഒന്ന് കംഫർട്ടബിൾ ആയി ഒന്ന് എൻജോയ് ചെയ്തു. അപ്പൊ എൻജോയ് ചെയ്തപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് ശരിയാവില്ല, അഡിക്ഷൻ ആണ്, പ്രശ്നമാണ്, പണി കിട്ടും.
അതൊരു സുഖമില്ല. കാരണം എപ്പോഴും വൈകി എണീക്കുമ്പോൾ രണ്ട് സംഗതി സംഭവിക്കും. ഒന്ന്, ഉറങ്ങുമ്പോൾ നല്ല സുഖം കിട്ടുമെങ്കിലും ഉറങ്ങി എണീറ്റാ പിന്നെ കുറ്റബോധമാണ്, ഒരു വിഷമമാണ്, ഒരു സുഖമില്ല. കാരണം വൈകിയല്ലോ, കുറച്ചുകൂടെ ടൈം ജീവിക്കായിരുന്നല്ലോ, ഉറങ്ങിക്കളഞ്ഞ് തീർത്തല്ലോ, അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതിനെ നമ്മൾ ഈ പറഞ്ഞ ടാപ്പിംഗ് ചെയ്തു, ഹീൽ ചെയ്തു, കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇപ്പൊ ഇതാ കറക്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന 4 മണി ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഉണരും. 5 മണിക്ക് മുൻപ് എന്തായാലും ഉണരും. കുളിച്ച് ഫ്രഷ് ആവുന്നു, പ്രോഗ്രാമിലേക്ക് വരുന്നു, പ്രോഗ്രാം എടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. യു കൻ ആൾസോ ഹാവ് ദിസ്. ഡോണ്ട് വറി. പ്രതീക്ഷ വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. എനിക്കറിയാം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. മീറ്റപ്പിലേക്ക് എന്തായാലും വായോ, നമുക്കത് ഫിക്സ് ചെയ്യാം. ഒരു ദിവസം കൊച്ചി വരെ യാത്ര ചെയ്യാൻ തയ്യാറാണോ? നമുക്കത് ഫിക്സ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ആ റിസ്ക് എടുക്കാൻ റെഡിയാണോ? ഇത്രയും കാലമുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കും. Okay, come to the program. Let's change it. Let's help you, and let's grow together. Okay? അപ്പൊ മറക്കരുത്, പ്രോഗ്രാമിലേക്ക് വരാം. ഓക്കെ, സോ ഇന്ന് ജോയിൻ ചെയ്തിട്ട് എല്ലാവർക്കും എന്താണ് EFT എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു. അപ്പം ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് അങ്ങോട്ട് പിരിയാം. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നല്ലൊരു കാര്യമാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സാർ. നല്ല ക്ലാസ്, സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ്. താങ്ക് യു മാം. നമ്മള് വളരെ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇതുണ്ട്, മാറ്റമുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഫലമുണ്ട് എനിക്ക്. ഒറ്റക്കായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒന്നിനും വരാൻ വയ്യ. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും ഇതിൽ ഇതേമാതിരി ഇതൊന്ന് കമാൻഡ് ഒന്നും എഴുതുന്നത് അറിയില്ല. ഞാൻ കൈ കാട്ടലാണ് നിങ്ങൾക്ക്. എനിക്കറിയാം, നിങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ഐശ്വര്യമാണ്. നിങ്ങൾ എല്ലാ ദിവസവും നമ്മളെ എല്ലാ ക്ലാസ്സും ഒരു ക്ലാസ് ഞാൻ ഒഴിവാക്കലില്ല. ഓക്കെ, വെരി ഗുഡ്. എല്ലാ ക്ലാസ്സിലും കാണാം, കറക്റ്റ് ടൈമിന് ഇവിടെ ഉണ്ടാവും. ഒറ്റയ്ക്കാണോ താമസം? എവിടെയാണ് സ്ഥലം? ഒറ്റക്കാണ്, ഞാൻ ഒറ്റക്കാണ്. ഞാന് പിന്നെ പരപ്പനങ്ങാടി ഭാഗത്താണ്. നിങ്ങൾ അവിടെ വീട്ടില് തന്നെ ഒറ്റയ്ക്കാണോ? ഒറ്റക്കാണ്. ഞാൻ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ ഒറ്റക്കാണ് ജീവിക്കുന്നത്. മക്കള് 4 പെൺകുട്ടികളാണ്. ഒരു മോനുള്ളത് ഇന്ന ഇട്ടെറിഞ്ഞു പോയി. അവന്റെ കഥ പറയണ്ട, ആളുടെ മോശത്തരാവും വിചാരിച്ചിട്ടാണ് നിങ്ങളോട് പറയാത്തത്. അത്രക്ക് ഇടങ്ങേറ് പിടിച്ച് നിൽക്കണ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഞങ്ങൾ ക്ലാസ് കേൾക്കും. സമലി റിയാസ് ആണ് ഇതിൽ കയറ്റിയിട്ടുള്ളത്, നിങ്ങളെ ക്ലാസ്സിൽ കയറ്റിയിട്ടുള്ളത്. ഓളിന്റെ മോളാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ക്ലാസ് കേൾക്കുന്നുണ്ട്, നിങ്ങളെ മെഡിറ്റേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിന് സമാധാനമുണ്ട്. ഓൻ എന്നെ എന്തൊക്കെയാണ് ചെയ്യണെന്ന് വെച്ചാൽ അതിനൊക്കെ എനിക്ക് മനസ്സിനൊരു ഇത് ചെയ്തിട്ട് എനിക്ക് അതിന് ഇത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അതിന് പല സ്ഥലത്തും കേസ് കൊടുക്കുക, ഇന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക, പല കോലും എന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്കൊരു മനസ്സിനൊരു ഉറപ്പുണ്ടാവുമല്ലോ, അത് എനിക്കുണ്ട്. വലിയ ഉപകാരം. നമ്മൾ ഈ മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഞാൻ ഒക്കെ കേൾക്കണം. പക്ഷെ എനിക്ക് അത്രയും സ്ഥലത്ത് വരാനുള്ള ഒരു ഇത് ഇല്ലാത്ത ഒരാളാണ്. പിന്നെ പെൺകുട്ടികളെ കെട്ടിച്ച് നമ്മളെ പോലെ ബുദ്ധിമുട്ടാക്കാൻ പറ്റൂല. ഒരു കാര്യം പറ്റിയ കോഴിക്കോട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിന് പേയ്മെന്റോ കാര്യങ്ങളോ തരണ്ട, വരാൻ പറ്റുമെങ്കിൽ വരണം. വരാൻ പറ്റും. പറ്റുകയാണെങ്കിൽ അവിടേക്ക് എങ്ങനെയെങ്കിലും എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്തണം കേട്ടോ. ഒരു എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം വരണം. ഞാൻ നിങ്ങളെ കാര്യം ഞാൻ 100% നിങ്ങൾ ഒരു പേയ്മെന്റ് ഒന്നും അടക്കണ്ട, ഓട്ടോക്ക് പോലും പേയ്മെന്റ് അടക്കണ്ട. നിങ്ങൾ എത്താൻ പറ്റുമെങ്കിൽ എത്തണം. ആയിക്കോട്ടെ കേട്ടോ. പേയ്മെന്റ് ഒന്നും അടക്കണ്ട കേട്ടോ. പ്രോഗ്രാമിലേക്ക് വരണം കേട്ടോ. കോഴിക്കോട് പ്രോഗ്രാം എവിടെ സ്ഥലം? എവിടെ? പരപ്പനങ്ങാടി അല്ലേ? പരപ്പനങ്ങാടിയിലാണ് സ്ഥലം. നിങ്ങൾ ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിനോ, എങ്ങനെ ബസ്സിന് വരികയാണെങ്കിൽ അറിയില്ല, കയ്യിൽ പൈസയുടെ കുറവിന്റെ പേരിൽ നിങ്ങൾ വരാണ്ടിരിക്കരുത്. അതല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു വന്നാലും മതി, ഞാനത് ഏറ്റെടുത്തോളാം. നിങ്ങൾ വരണം ആയിക്കോട്ടെ കേട്ടോ. നിങ്ങളോട് നേരിട്ട് കുറച്ച് കാര്യങ്ങള് ആരും അറിയാതെ നിങ്ങൾ അറിയണ കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് പറയാനിപ്പോ ഈ ആളടിയിൽ പറയാൻ പറ്റൂല. അതിൽ ഓരോ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ കാണണവരും കേൾക്കണവരും. അപ്പൊ അത് ആളടിയിൽ അയപ്പത്തരാണ്. അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. പക്ഷെ വലുതാവണ്ട, നിങ്ങൾ അവിടെ വരണം കേട്ടോ. ആയിക്കോട്ടെ. എന്തായാലും വന്നിട്ട് എന്താ വെച്ചാല് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങള് നമ്മുടെ കൂടെ ഉണ്ട്, ഞങ്ങള് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എന്തായാലും വരണം കേട്ടോ. പ്രോഗ്രാമിലേക്ക് വരണം. താങ്ക് യു. ശരി, വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് എന്താ വെച്ചാൽ പരിഹരിക്കാം. ഇത്രയും ക്ലാസ്സുകൾ ഇരുന്നിട്ടുള്ള ആളാണ്. ടാപ്പിംഗ് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാര്യങ്ങൾ ചെയ്യണം, നല്ല റിസൾട്ടിലേക്ക് മാറ്റാം. അതേമാതിരി കൈ മുറിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാനുള്ളത് പറഞ്ഞു തന്നീന്. അത് ഞാൻ ചെയ്തീന്. കയ്യിന് മാറി.
സംഗതികൾ മാറി. മാറി. കൈ മുറിഞ്ഞിട്ട് എനിക്ക് മോള് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞ്. അപ്പൊ എനിക്കൊരു ചെറിയ മോളുണ്ട്. ഓളെ ഞാൻ കൊണ്ടയാക്കിക്കാണ് ഇവിടുന്ന്. ഓളെ ഇവിടെ എനിക്ക് നോക്കാൻ കഴിയില്ല. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിയാണ്. അതിനെ ഞാൻ നിന്ന് പഠിക്കണ ഹോസ്റ്റലിലാക്കിക്കാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് നമ്മള് +1 ഇവിടെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. എന്റെ പെൺകുട്ടികൾ ആരും എന്തെങ്കിലും തന്നിട്ട് വേണം എനിക്ക് ജീവിക്കണമെങ്കിൽ. അപ്പൊ പിന്നെ ഓലെ ബുദ്ധിമുട്ടാക്കണ്ട നമ്മളെ എല്ലാ കാര്യത്തിനും. ഓല് ജീവിക്കുന്നതാണ് വലിയ കിട്ടൽ നമുക്ക്. ഓലെ ഭർത്താക്കന്മാരൊപ്പം ജീവിക്കുന്നത് നമുക്ക് വലിയ കിട്ടൽ അതാണ്. എനിക്ക് ആരെയും തന്നിട്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ജീവിച്ചു പോകുന്നുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് ക്ലാസ് നിങ്ങൾ പറഞ്ഞത് കേൾക്കുമ്പോ ക്ലാസ് കയറാൻ നിങ്ങൾ ഇത് ആർക്കുള്ള വർത്താനം പറയുമ്പോ എനിക്കൊരു പേടി. ഞാൻ അതിന് കഴിയണില്ല എന്നുള്ളൊരു ഭയം എനിക്ക്. ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ ക്ലാസ്സും ഉണ്ട് ഒക്കെ എല്ലാം ഞാൻ ഒന്നും കേൾക്കലുണ്ട്. വിഷമിക്കേണ്ട മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അതെ. ഉമ്മാക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 54 വയസ്സ്. 54 വയസ്സ്. വിഷമിക്കേണ്ട, എന്നെ വന്ന് കാണണം കേട്ടോ. ആയിക്കോട്ടെ. പ്രോഗ്രാമിൽ വരണം, എന്നിട്ട് വന്നിട്ട് കാണണം, സംസാരിക്കണം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വിഷമിക്കേണ്ട കേട്ടോ. ശരി. കോഴിക്കോട് പ്രോഗ്രാം ഉണ്ടാവും, മറക്കരുത്, വരണം കേട്ടോ. ശരി, ആയിക്കോട്ടെ. ഇതുപോലെ ഒരുപാട് പേര് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, വിഷമം അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നമുക്ക് സഹായം എത്തിക്കണം, സപ്പോർട്ട് ചെയ്യണം. വി ഹാവ് ടു ആൻഡ് വി വിൽ ഡു ഇറ്റ്. ഓക്കെ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദ പ്രോഗ്രാം. ഇന്നത്തെ സെഷനിലേക്ക് വന്നതിന് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഹലോ സാർ. പറഞ്ഞോളൂ. ഹലോ സാർ. സാർ ഇത് ഏറ്റെടുത്ത് വളരെ ഒരു നല്ലൊരു ഉപകാരമായി ഉമ്മാനെ ഏറ്റെടുത്തത്. അൽഹംദുലില്ലാ. സാറിന് ദീർഘായുസ്സും ആഫിയത്തും പഠിത്തം തരട്ടെ. നല്ല സന്തോഷമായി ആ ഒരു ഉമ്മാനെ ഏറ്റെടുത്ത്. അത്രയും അനുഭവിക്കുന്നുണ്ടാവും. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചൊരു മക്കൾ ഇങ്ങനെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യം. സാറ് ഏറ്റെടുത്ത് വളരെ നന്ദി. ഒരാഗ്രഹം അവിടെ എത്താൻ. തീർച്ചയായിട്ടും നമുക്ക് എന്താ വെച്ചാല് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാന്നുള്ളതാണ്. ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യണം. ഓക്കെ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമുക്കത് ചെയ്യാം, വിജയിപ്പിക്കാം. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. എനിവേ അതിനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പ്ലാൻ ചെയ്യണം. എനിവേ താങ്ക് യു സോ മച്ച്. വളരെയധികം സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ഷാറാവട്ടെ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. താങ്ക് യു. ഓക്കെ. ഹാവ് എ ഗ്രേറ്റ്. Thank you so much, sir. Thank you so much. Yes. പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇന്നലെ ബോഡിയിൽ ഒരു പെയിൻ വന്നു, 3 തവണ ടാപ്പ് ചെയ്തു, പെയിൻ പോയി. താങ്ക് യു EFT. താങ്ക് യു സർ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. സോ പറഞ്ഞതുപോലെ മറക്കരുത്, കൊച്ചിയിൽ പ്രോഗ്രാം ഉണ്ട്. കം ടു ദ പ്രോഗ്രാം. താങ്ക് യു.